دائما أبدا على حبيبك خير الخلق كلهم. പരിശുദ്ധ ഹറം ഷരീഫിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്രയാണം നടത്തി അവിടുന്ന് സപ്താകാശങ്ങളും താണ്ടിക്കയറി സിദ്റത്തുൽ മുന്തഹ കടന്ന് ബഹറുന്നൂറിലൂടെ ചെന്ന് യജമാനനായ റബ്ബിനെ നേരിൽ കണ്ട നേതാവാണ് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അള്ളാഹുവിന്റെ വഹിയുണ്ട്, അള്ളാഹുവിന്റെ കലാമ് കേട്ടിട്ടുണ്ട്, അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട്. ആ നിലക്ക് നമുക്ക് അള്ളാഹു ഉണ്ട് എന്നതിന്റെ സാക്ഷി ആരാണ്? നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹ് നമുക്ക് പരിചയപ്പെടുത്തിയ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് മുത്തുനബിയെ പരിചയപ്പെടുത്തി അള്ളാഹു പറഞ്ഞതെന്താ? യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഓ മുത്തുനബിയെ, അവിടത്തെ ഞാൻ നിയോഗിച്ചത് ഒന്നാമതായി തന്നെ ഷാഹിദൻ, സാക്ഷിയായിട്ടാണ്. തഫ്സീറിൽ കാണാം ബി അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ഒരാരാധ്യം വേറെയില്ല എന്നതിന് ഞമ്മക്ക് സാക്ഷിയാരാ? ആ അള്ളാഹിനെ കണ്ട മുത്തുനബിയാണ്. അപ്പൊ അള്ളാഹുവിനെ അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ആരറിയണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുകൊണ്ടാണ് ഒരാൾ മുസ്ലിം ആവാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം ചൊല്ലിയാൽ പോരാ, അത് വേറൊരു വാചകമായിട്ട് കണക്കാക്കും. കാരണം അള്ളാഹിനെ അറിയാൻ നമ്മളെടുത്ത് വേറെ വഴിയില്ല. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് കൂടെ വിശ്വസിച്ച് പറഞ്ഞാണ്. കാരണം ആ നബി മുഖേന അറിഞ്ഞ അള്ളാഹുവിൽ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ദൈവവിശ്വാസികൾ. അല്ലെങ്കിൽ അള്ളാഹ് എന്ന് പറഞ്ഞ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അബൂജഹൽ അള്ളാഹ് എന്ന് പറഞ്ഞിട്ട്, ഉത്തുബത്തും ഷെയ്ബത്തും ഒക്കെ അള്ളാഹ് എന്ന് പറഞ്ഞിട്ട്, ബദർ യുദ്ധത്തിന് പോകുമ്പോൾ അള്ളാഹുവെ ഈ സംഘമാണ് സത്യമെങ്കിൽ ഞങ്ങളെ നിലനിർത്തുകയും ഇത് മോശമാണെങ്കിൽ അത് തകർക്കുകയും ചെയ്യണമെന്ന് അയാൾ ദ്വാരന്നിട്ടുണ്ട്. അള്ളാഹ് വിളിച്ചത് അള്ളാഹ് എന്ന് പറഞ്ഞത് മലയാളികൾ ദൈവം എന്ന് പറയുന്നത് പോലെ ഒരു വാക്കാണ്. അത് മുശ്രിക്കും മുഅ്മിനൊക്കെ ദൈവത്തിന് തന്നെ പറയാം, അള്ളാഹ് തന്നെ പറയാം. നമ്മളെ കിതാബ് പറഞ്ഞത് ആ ഹക്കായ നിലക്ക് ആരാധിക്കപ്പെടുന്ന ആളെ പേരാണ് അള്ളാഹ്. ഇതറിയാത്തത് കൊണ്ടാണ് ചില ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് മക്കത്തെ മുശ്രിക്കുകൾക്കൊക്കെ അള്ളാഹു വിശ്വാസം ഉണ്ടായിരുന്നു ചില ആൾക്കാർ പറയുന്നത്. ആ പറഞ്ഞ അള്ളാഹ് ഏതാ? ദൈവം എന്ന അർത്ഥത്തിലുള്ള അള്ളാഹയാണ്. ഇപ്പൊ നമ്മൾ മലയാളികളായ ആളുകള് ദൈവമേ രക്ഷിക്കണേ എന്ന് പറയാം. അതൊരു മുസ്ലിം പറഞ്ഞാലും ക്രിസ്ത്യാനി പറഞ്ഞാലും ഹിന്ദു പറഞ്ഞാലും അതിന്റെ ഉദ്ദേശം ഒന്നാണോ? അല്ല, നമ്മൾ പറഞ്ഞത് 41 സിഫത്തുള്ള അള്ളാഹിനെ കുറിച്ചായിരിക്കും. ദൈവം എന്നുള്ള പ്രയോഗം പറ്റുമല്ലോ എന്നുള്ള വേറെ വിഷയം. അതേസമയത്ത് ക്രിസ്ത്യാനി പറയുന്നത് ആരെ? യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അത് ഒരു മനുഷ്യൻ പ്രസവിച്ച കുട്ടിയാണ്. ഹിന്ദുക്കൾ പറയുന്നത് വേറെ പല സങ്കല്പത്തെ കുറിച്ച്. എല്ലാവരും ദൈവം തന്നെ പറയും. ഇതുപോലെ ഖുറൈശികളും മക്കത്തെ കാഫിര്യങ്ങളൊക്കെ അള്ളാഹ് എന്ന് പറഞ്ഞത് അവര് വിശ്വസിക്കുന്ന ഒരു സങ്കല്പമുണ്ട്. മക്കളുള്ള അള്ളാഹ്, അല്ലേ? അങ്ങനെയല്ല ഖുർആൻ പറഞ്ഞത്. മക്കത്തെ കാഫിര്യങ്ങൾ അള്ളാഹ്ക്ക് കുട്ടികളുണ്ട് എന്ന് പറയല്ല. ഖാലുത്തഖദല്ലാഹു വലദ, അള്ളാഹു മക്കളെ സ്വീകരിച്ചു. അവിടെ അള്ളാഹ് തന്നെയാണോ പറയണത്? അള്ളാഹ് മക്കളുള്ള അള്ളാഹാണോ? അല്ല. അപ്പൊ ദൈവം എന്ന അർത്ഥത്തിനാണ്. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന യഥാർത്ഥ അള്ളാഹുവിലേക്ക് നമുക്ക് വഴികാട്ടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുകൊണ്ടാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ പറഞ്ഞത്, അവ്വലു വാജിബിൻ മിനൽ ആബാ, മാതാപിതാക്കൾ അവരെ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയാണ്. അള്ളാഹിന്റെ സിഫത്തുകളോ അതിന്റെ വിശേഷണങ്ങളോ ഒക്കെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം ആരെ പരിചയപ്പെടുത്തണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ആ നബിയിലൂടെ മാത്രമേ നമ്മൾ എവിടെത്തുള്ളൂ? അള്ളാഹുവിനെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മളെ ഈമാൻ തുടങ്ങുന്നത് മുത്തുനബി അള്ളാഹിന്റെ നബിയാണ് എന്ന് വിശ്വസിക്കുന്നതിൽ നിന്നാണ്. അതുകൊണ്ട് ആ കുട്ടികളെ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് അവിടുത്തെ ഹ്രസ്വമായ ചരിത്രം ആദ്യം പറഞ്ഞു കൊടുക്കണമെന്ന് പറയാൻ. അതിലൂടെ മാത്രമേ നമ്മൾ അള്ളാഹു ഗൗരവമുള്ള വിഷയമായി നമ്മൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കുക, അറിയാം, അവിടുത്തെ റിസാലത്ത് ബോധ്യപ്പെടുക എന്നതിടത്തു നിന്നാണ് നമ്മളെ ഈമാൻ തുടങ്ങുന്നത്. ഇതുകൊണ്ടാണ് ശറഹുൽ അഖായിദ് എന്ന് പറയുന്ന നമ്മളെ വിശ്വാസശാസ്ത്ര ഗ്രന്ഥത്തിൽ ഈമാനിന് കൊടുത്തൊരു നിർവചനം. ഫലം അന്നൽ ഈമാന തസ്ദീഖു മാ ജാഅ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഇൻദില്ലാഹി സുബ്ഹാനഹു വ തആല. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ?
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് സ്ഥിരപ്പെട്ട എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കണം. മുത്തുനബി കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയാം. അങ്ങനെ ആവണമെങ്കിൽ ആദ്യം എന്താ അറിയണം? നമ്മൾ മുത്തുനബി ആരാന്നറിയണം, അള്ളാഹുവിന്റെ റസൂലാന്ന് അറിയട്ടെ. അപ്പൊ അള്ളാഹിന്റെ റസൂലാന്ന് നബിതങ്ങളെ കുറിച്ച് അറിയാത്ത, ബോധ്യം വരാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെയും കണ്ണടച്ച് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ നബിയുടെ റിസാലത്ത് ബോധ്യപ്പെടുക, അവിടുന്ന് അള്ളാഹിന്റെ റസൂലാണെന്ന് വിശ്വസിക്കുക. ഇവിടെ നിന്നാണ് ഒരു മുഅ്മിന്റെ ഈമാൻ തുടങ്ങുന്നത് എന്നറിയുമ്പോഴാണ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പഠനത്തിന്റെ പ്രാധാന്യവും ആവശ്യകതയും നമുക്ക് ബോധ്യപ്പെടുക. നബിതങ്ങൾ ഒരു പരിഷ്കർത്താവായിരുന്നു, വിപ്ലവകാരിയായിരുന്നു, നല്ലൊരു ജഡ്ജിയായിരുന്നു, സൈന്യാധിപനായിരുന്നു. ഇങ്ങനെ പല വിശേഷണങ്ങളുണ്ട്. ഇതൊന്നും അറിഞ്ഞതുകൊണ്ട് നമ്മൾ ആരായിക്കൊള്ളുന്നില്ല, മുഅ്മിനായിക്കൊള്ളും. അങ്ങനത്തെ കുറെ ആൾക്കാർ വേറെ ഉണ്ട്, വിപ്ലവകാരികൾ. അതൊക്കെ നബിതങ്ങളുടെ മേലുള്ള പിന്നെ ഉള്ള അലങ്കാരങ്ങളാണ്. അടിസ്ഥാനപരമായി നമ്മൾ അറിയേണ്ടത് അവിടുത്തെ റിസാലത്താണ്, റസൂലുള്ളാഹിന്റെ മാന അറിയുന്നത്. അവിടുന്ന് അള്ളാഹിന്റെ റസൂലാണ് എന്ന് നമുക്ക് ബോധ്യം വരിക എന്നതാണ് നമ്മളെ ഈമാനിന്റെ അടിത്തറ. അതിന് നബിതങ്ങൾ നമ്മളെ പോലത്തെ ഒരാൾ തന്നെയാണെന്ന് വിശ്വസിച്ചാൽ ഒരിക്കലും അവന്റെ കൽബിലെന്ത് കിടക്കൂല, ഈമാൻ കിടക്കില്ല. 6-ാം നൂറ്റാണ്ടിൽ ഒരു അബ്ദുള്ളയും ആമിനയും തമ്മിൽ വിവാഹിതരായി. സാധാരണ സ്ത്രീകൾ ഗർഭിണിയാകുന്നത് പോലെ ആമിന ഗർഭിണിയായി. ഗർഭകാലം തന്നെ അബ്ദുള്ള മരിച്ചുപോയി. സാധാരണ കുട്ടികളെ പ്രസവിക്കുന്നത് പോലെ ആമിന പ്രസവിച്ചു. അങ്ങനെ ഒരു അറബി പയ്യനെ പോലെ ഇങ്ങനെ വളർന്നു വലുതായി. 40 വയസ്സ് വരെ അള്ളങ്ങനെ നിരീക്ഷിച്ചപ്പോൾ അള്ളാഹ്ക്ക് തോന്നി ഈ കുട്ടി തിരക്കടില്ല. അങ്ങനെ എന്താക്കി പിടിച്ച് ഉത്തരവാദിത്വം കൊടുത്തു, ഇതൊന്ന് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ 23 കൊല്ലക്കാലം കൊണ്ട് ആ ദൗത്യം നിർവഹിച്ചു. സാധാരണ ഒരു മനുഷ്യൻ മരിക്കുന്ന പോലെ മരിച്ചു. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്രസ പാഠപുസ്തകത്തിലൂടെ വരെ പരിചയപ്പെടുത്തുന്നവർ നമുക്കിടയിൽ ഉണ്ട്. വല്ലാഹി തുമ്മ വല്ലാഹി, അത്തരം രീതിയിൽ നബിതങ്ങളെ മനസ്സിലാക്കിയവന്റെ കൽബിലേക്ക് ഈമാൻ കടന്നു. അവർക്കൊക്കെ ഇസ്ലാമിനോടുണ്ടാകുന്ന പ്രതിബദ്ധത ഏത് ബോധത്തിലായിരിക്കും? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടെ ഒരാൾക്കുണ്ടാകുന്ന പ്രതിബദ്ധത, ഞങ്ങൾ നല്ല നേതാവാണ്, ഞങ്ങൾ എന്താണ്, ആ നിലക്കുള്ള ഒരു അടുപ്പുണ്ടാവും. അതിന്റെ അപ്പുറത്തേക്ക് ആത്മീയ നനവുള്ള ഒരു ഈമാൻ അവരെ കൽബിലേക്ക് കടക്കൂല. അത് കടക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പോലുള്ള ഒരു സാധാരണ മനുഷ്യനല്ല. ഒരൊറ്റ നബിയും സാധാരണ മനുഷ്യനല്ല. നമ്മളൊക്കെ സാധാരണ നബിതങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വിശേഷണം എന്താ? മുഹമ്മദ് മുസ്തഫ. മുസ്തഫ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? കടഞ്ഞെടുക്കപ്പെട്ട ആള്. നമ്മളൊരു ഒരു മരം എടുത്തിട്ട് അതിന്റെ എല്ലാ വെള്ളയും ഒഴിവാക്കി അതിന്റെ കാതിൽ മാത്രം കടഞ്ഞെടുക്കും. ഒരു കല്ലിന്റെ എല്ലാം പോക്കിയായി കടഞ്ഞെടുക്കും. ഒരു സ്വർണത്തിലെ മറ്റുള്ളതൊക്കെ കടഞ്ഞെടുക്കും. ഇതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവ സൃഷ്ടികളെ കൂട്ടത്തിൽ നിന്നും അള്ളാഹു കടഞ്ഞെടുത്ത, ശുദ്ധീകരിച്ചെടുത്ത മുഖ്താറായ നബിയാണ് എന്നാണ് മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്നത്. ഒരു സാധാരണ മനുഷ്യനാണ് എന്നല്ല. മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞ നബി നമ്മളൊരു അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. എല്ലാ നബിമാരും അസാധാരണക്കാരാണ്. ഒരൊറ്റ നബി നമ്മൾ കുറച്ച് കാണാൻ പറ്റും, എല്ലാ നബിയും. കാരണം സാധാരണക്കാരനായ ഒരു മനുഷ്യന് പ്രവാചകനാകാൻ പറ്റില്ല. പ്രവാചകന്റെ ദൗത്യം എന്താ? ഉപരിലോകവുമായി ബന്ധപ്പെട്ട് ഭൗമലോകവുമായി കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവരാണ്. മലക്കുകളെ കാണാനും കേൾക്കാനും അവരിൽ നിന്ന് സന്ദേശം ഉൾക്കൊള്ളാനും ഉള്ള പ്രകൃതി അവർക്കുള്ളതോടൊപ്പം മാനവിക ലോകവുമായി ബന്ധപ്പെടാനുള്ള കഴിവും കൂടിയുള്ളവരാണ്. അപ്പം ഭൗമികവും അഭൗതികവുമായ രണ്ട് പ്രകൃതി ചേർന്ന അസാധാരണ മനുഷ്യരായിരിക്കും എല്ലാ നബിമാരും. സാധാരണ മനുഷ്യന്റെ കണ്ണുകൾക്ക് ഗോചരീഭവിക്കാത്ത, അവർക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങളെ കാണാനും കേൾക്കാനും കഴിയുന്നവരാണ് എല്ലാ പ്രവാചകന്മാരും. ആ അസാധാരണക്കാരായ പ്രവാചകന്മാരെ കൂട്ടത്തിൽ നിന്നുള്ള അസാധാരണക്കാരനാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, തിൽക്കർ റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദ്. തഫ്സീർ കശ്ശാഫിൽ കാണാം അല്ലാഹു പറഞ്ഞ ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? തിൽക്കർ റുസുൽ, ആ മഹാന്മാരായ പ്രവാചകന്മാർ
ഫളൽനാ ബഅദഹും അലാ ബഅദ്, അവരെ കൂട്ടത്തിൽ നിന്ന് ബഅദിനെ മറ്റു ബഅദിനേക്കാൾ ഞാൻ മഹത്വപ്പെടുത്തി. അതിൽ ആദ്യം പറഞ്ഞ ബഅദ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പ്രവാചകന്മാരും ഒരേ ഗ്രേഡിലല്ല, ഇത് ഖുർആൻ തന്നെ പറയും. അതിൽ ഒരാളെ ഞാൻ പ്രത്യേകം മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒരുപാട് സവിശേഷതകൾ. ഇതിനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പല ഏരിയയും പഠിക്കാൻ, നമ്മൾ ചെറിയൊരു സദസ്സിൽ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ആദ്യമായി തന്നെ പ്രവാചകരായി അന്ത്യദൈവദൂതരായി പ്രഖ്യാപിക്കുകയും അത് ഉപരിലോകത്ത് വിളംബരപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് എല്ലാ പ്രവാചകന്മാരെയും ആദ്യമായി ഈ കാര്യം അല്ലാഹു തആല ഉണർത്തി ആ നബിയുമായി ബന്ധപ്പെട്ട ഒരു കരാർ അവരെ കൊണ്ട് അല്ലാഹു വാങ്ങുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ദലായിലുൻ നുബുവയിൽ ഇമാം ബൈഹഖി ഉൾപ്പെടെ ഇമാം ഹാക്കിം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അവിടുന്ന് പറഞ്ഞു, ഇന്നി അന അബ്ദുല്ലാഹ്, ഞാൻ ദൈവമല്ല, ദൈവത്തിന്റെ പുത്രനല്ല, അവതാരമല്ല, ഞാൻ അല്ലാഹുവിന്റെ വിനീതനായ ഒരു അടിമയാണ്. അതേ സമയത്ത് ഖാത്തമുൻ നബിയ്യീൻ, ഞാൻ അന്ത്യ ദൈവദൂതരാണ്. ഏത് ഘട്ടത്തിൽ തന്നെ വഇന്ന ആദമ ലമുൻജദിലും ഫീ തീനത്തിഹി, ആദം അലൈഹിസ്സലാത്തു വസ്സലാം കളിമണ്ണിൽ കിടക്കുന്ന കാലത്തെ അന്ത്യപ്രവാചകരായി പ്രഖ്യാപിക്കപ്പെട്ടാണ്. ആദമിന് അതിന്റെ മുമ്പ് തന്നെ അന്ത്യദൈവദൂതരായി പ്രഖ്യാപിക്കപ്പെട്ട ആളാണ്. എന്നിട്ട് അവിടുന്ന് പറയാം, അതിന് നിങ്ങൾക്ക് പ്രാമാണിക തെളിവ് വേണോ? അതിലൊന്നാണ് ദഅവത്തു അബി ഇബ്രാഹിം, എന്റെ വല്യപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന അതിന്റെ ഭാഗമാണ്. 40 വയസ്സുവരെ നിരീക്ഷിച്ച് തിരക്കടില്ലാന്ന് കണ്ടപ്പോൾ നുബുവത്ത് കൊടുത്തതല്ല. ഇപ്പൊ പുത്തനാശയക്കാർ പറഞ്ഞ റസൂലുള്ളാഹിന്റെ ജന്മത്തിനൊരു പ്രാധാന്യമില്ല, നബിയായ അയച്ചതിനാ പ്രാധാന്യം. അത് 40 വയസ്സായതിനു ശേഷമാണ്. അതിന്റെ മുമ്പ് ആരുമല്ല, നബിക്ക് യാതൊരു പ്രത്യേകതയില്ല. ഇപ്പൊ 40 കൊല്ലം അങ്ങനെ അള്ളാഹ് നോക്കിയപ്പം പിന്നെ പിടിച്ച് നബിയാക്കി. അതിനാണ് ആഘോഷിക്കേണ്ടതെന്നുണ്ട് ഇപ്പൊ ചില ആൾക്കാർ. നബിയായി ജനിച്ചതിനൊരു പ്രാധാന്യമില്ല. അതൊരു ഔദ്യോഗിക ചുമതല കൊടുത്തതാണ്. പ്രഖ്യാപനവും നിയമനവും ഒക്കെ നേരത്തെ നടന്നിട്ടുണ്ട്. നിബിധങ്ങളെ കുറിച്ച് പഠിക്കേണ്ടതുപോലെ പഠിക്കാത്തതുകൊണ്ടാണ്. നമ്മളെ പോലത്തെ ഒരാളെന്ന് പഠിച്ചാൽ പിന്നെ അങ്ങനൊക്കെ തന്നെ ചിന്തയിലും വരുള്ളൂ. അള്ളാന്റെ നബി പറയാണ്, ഞാൻ നേരത്തെ ആദം നബി കളിമണ്ണിൽ കിടക്കുമ്പോൾ അള്ളാന്റെ അന്ത്യ ദൈവദൂതനായി പ്രഖ്യാപിക്കപ്പെട്ട ആൾ. അതിന്റെ തെളിവാണ് എന്റെ വല്യപ്പ ദുആ ചെയ്തു. എപ്പോഴായിരുന്നു ആ പ്രാർത്ഥന? ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഹാജർ ബീവിയെയും കാബയുടെ ചാരത്ത് കൊണ്ടുപോയി കടത്തി തിരിച്ചു പോരുന്ന സമയം ഹജൂൻ എന്ന കുന്നിൽ നിന്ന് കാബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നടത്തിയ ദുആ ഉണ്ട്. റബ്ബനാ വബഅത് ബിഹിം റസൂലാ. സുദീർഘമായ ആ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, പടച്ചവനെ, എന്റെ മക്കളെ ഞാൻ ഇവിടെ താമസിപ്പിച്ചു പോവുകയാണ്. ആ പ്രവാചകരെ ഈ കുടുംബത്തിൽ നിന്ന് നീ കൊണ്ടുവരണേ. ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ നിന്ന് ആ നബിനെ കൊണ്ടുവരണം എന്ന് അന്ന് അള്ളാഹിനോട് ദ്വാരുന്നത് എന്നെ മനസ്സിൽ കണ്ടുകൊണ്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതാരും അറിയാത്ത സംഗതിയല്ല, 40 വയസ്സായതിനു ശേഷം ഉണ്ടായതല്ല. പിന്നെ അവിടുന്ന് പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാം സന്തോഷം പറഞ്ഞില്ലേ, സുവിശേഷം പറഞ്ഞില്ലേ? ഇത് കാല ഈസബിനു മറിയമ യാ ബനി ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും എന്ന് തുടങ്ങി. നബിതങ്ങൾ ജനിച്ചതിന്റെ 500-ലേറെ കൊല്ലം മുമ്പ് വന്ന് ഈസാ നബി പറയുന്നു, എന്നെ അള്ളാഹ് പറഞ്ഞയച്ചത് ഇതാ ഒരു നബി വരാനുണ്ട് എന്ന സന്തോഷം നിങ്ങളോട് പറയാനാണ്. അത് നേരത്തെ തീരുമാനിച്ചതുകൊണ്ടല്ലേ പ്രവാചകന്മാർ ഈ സന്തോഷ വാർത്ത പറഞ്ഞത്. പിന്നെയും അവിടുന്ന് പറഞ്ഞു, എന്റെ ഉമ്മ കണ്ട സ്വപ്നങ്ങൾ അത് മക്കക്കാരുടെ സുവിദിതമാണ്. മുത്തുനബിയെ ഗർഭം ചുമന്ന കാലത്ത് വ്യാപകമായി പ്രചരിച്ച ചില സ്വപ്നങ്ങൾ. കാരണം മഹദി അവർ നമ്മള് മങ്കൂസ് മൗലിദ് പറഞ്ഞ മാതിരി ഓരോ മാസത്തിലും മഹാന്മാരായ മലായികത്ത് വന്ന് ഇങ്ങനെ പ്രവാചകരെ കുറിച്ചുള്ള പലതും ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അത്ഭുതത്തോടെ ആമിന ബീവി റളിയല്ലാഹു അൻഹ അത് കുടുംബത്തോട് പറയുന്നു, നാട്ടുകാരോട് പറയുന്നു, എല്ലാവർക്കും ഇടയിൽ അത് പ്രചരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് നിബിധങ്ങൾ പറഞ്ഞത്, എന്റെ ഉമ്മ കണ്ട സ്വപ്നങ്ങൾ.
അതൊക്കെ ഞാൻ നേരത്തെ നബിയാണ് എന്നതിന്റെ പ്രാമാണിക രേഖകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി എല്ലാവരെയും പടക്കുന്നതിന് മുമ്പ് തന്നെ അന്ത്യദൈവദൂതരായി പ്രഖ്യാപിക്കപ്പെട്ടാണ്. ഇതിനു പുറമെ സൂറത്ത് ആലി ഇമ്രാന്റെ 81-ാമത്തെ ആയത്തിൽ കാണാം, അല്ലാഹു പറയുന്നു, വഇദാ അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ. ഓ നബിയെ, അങ്ങയുടെ മുൻഗാമികളായ പ്രവാചകന്മാരിൽ നിന്ന് ഞാൻ കരാർ മേടിച്ച സന്ദർഭം നിങ്ങൾ അനുസ്മരിക്കുക. എന്താണ് കരാർ വാങ്ങിയത്? ഞാനിതാ നിങ്ങൾക്ക് വേദഗ്രന്ഥങ്ങൾ ഇറക്കിത്തരും, അല്ലെങ്കിൽ വഹി നൽകും. അങ്ങനെ നിങ്ങൾ പ്രബോധനത്തിൽ ഏർപ്പെടുമ്പോൾ സുമ്മ ജാഅക്കും റസൂൽ, പിന്നെ അന്ത്യദൈവദൂതരായ മുത്തുനബി നിങ്ങളിലേക്ക് വരും. ആ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്ന കാലത്താണ് അവിടുത്തെ വരവുണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ ആ നബിയിൽ വിശ്വസിച്ച് അവിടുത്തെ ഒരു അനുയായിയായി അവരെ പിന്തുണച്ച് സഹായിച്ചു പ്രവർത്തിക്കേണ്ടവരാണ്. അന്ത്യപ്രവാചകം വന്നാൽ പിന്നെ നിങ്ങളൊക്കെ ആരാ? അവരെ അനുയായി. നിങ്ങൾ വേറൊരു മതമായി വേറൊരു നബിയായി വേറെടുക്കാൻ പറ്റില്ല. അവിടുത്തെ ഉമ്മത്തായി നിങ്ങൾ പ്രവർത്തിച്ചോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുത്തത് കാണാം. ഇനി നിങ്ങളെ ജീവിതകാലത്ത് ആ നബി വന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ ഉമ്മത്തിനോട് നിങ്ങൾ ഈ കാര്യം വസീയത്ത് ചെയ്യണം. ഞാൻ തരുന്ന നിയമമനുസരിച്ച് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തങ്ങൾ വന്നാൽ നിങ്ങൾ ആ നബിയുടെ പിന്നിൽ അനുയായിയായി ചേരണം. നിങ്ങൾ വേറിട്ടൊരു മതമായി മാറി നിൽക്കരുത് എന്ന് നിങ്ങളെ ഉമ്മ വസീയത്ത് ചെയ്യണം. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഖാല അഖറർതും വഅഖറർതും അലാ ദാലികും മിസ്രി ഖാലു അഖറർനാ ഖാല ഫശ്ഹദു വഅന മഅകും മിനശ് ശാഹിദീൻ. എന്റെ കരാർ നിങ്ങൾ അംഗീകരിച്ചോ, സ്വീകരിച്ചോ? എല്ലാ അമ്പിയാക്കളും പറഞ്ഞു ഞങ്ങൾ അംഗീകരിച്ചു പടച്ചോനെ. അപ്പൊ അല്ലാഹു പറഞ്ഞു, ഞാനും നിങ്ങളോടൊപ്പം അതിനൊരു സാക്ഷിയാണ്. ഇത് ഗൗരവമുള്ള കരാറാണ് എന്ന അർത്ഥത്തിൽ മുത്തുനബിയെ സംബന്ധിച്ചുള്ള ഈ കരാറിൽ ഒപ്പിട്ടതിന് ശേഷമല്ലാതെ ഒരു നബിക്കും അല്ലാഹു നബുവത്ത് കൊടുത്തിട്ടില്ല. അത് ഖുർആൻ പറഞ്ഞതാണ്. ഇതൊരു സാധാരണ നബിയാണ്. നബിമാരൊക്കെ അസാധാരണക്കാരാണെങ്കിൽ അവരിൽ അസാധാരണക്കാരനാണ് മുഹമ്മദ് മുസ്തഫ. എല്ലാ നബിമാരും ഈ നബിതങ്ങളുടെ നേതൃത്വം അംഗീകരിച്ചു. ഇനി നോക്കൂ നിങ്ങൾ, മുൻഗാമികളായ മുഴുവൻ പ്രവാചകന്മാരുടെയും ഒരു പ്രധാന പ്രബോധന ദൗത്യം തന്നെ എന്തായിരുന്നു? അന്ത്യപ്രവാചകർ ഇവിടെ വരാനുണ്ട് എന്ന വിവരം ലോകത്തോട് വിളിച്ചു പറയാൻ. അതിനാണ് അവരൊക്കെ വന്നത്. കാര്യപ്പെട്ട ഒരാൾ വരാണ്ടാവുമ്പോൾ മുന്നേ കുറെ ആൾക്കാർ വരും. നമ്മൾ പ്രധാനമന്ത്രി നാട്ടിൽ വരുന്നതിന് മുമ്പ് കുറെ ആൾക്കാർ വരും. എന്നിട്ട് അതിനുള്ള ഒരുക്കങ്ങളും അതിന്റെ ചുറ്റു സാഹചര്യങ്ങളൊക്കെ രൂപപ്പെടുത്തും. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരവിന് മുന്നോടിയായിട്ടാണ് ബാക്കി പ്രവാചകന്മാരൊക്കെ വന്നത്. അവർക്ക് നബിതങ്ങളെ കുറിച്ചുള്ള സുവിശേഷം ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അതാ നേരത്തെ നമ്മൾ പറഞ്ഞത്, വൈദക്കാല ഈസബിന് മറിയം, മഹാനായ ഈസാ അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം നിങ്ങൾ അനുസ്മരിക്കുക. യാ ബനീ ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാ. ഓ യാക്കൂബ് നബിയുടെ മക്കളെ, അള്ളാഹു എന്നെ നിങ്ങളിലേക്ക് നിയോഗിച്ചത് നമ്മളെ മുമ്പിലുള്ള മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ലഭിച്ച തൗറാത്തിലുള്ള ആശയത്തെ അംഗീകരിക്കുന്ന ആളായിട്ടാണ്. ഒരു നബിയും വേറൊരു നബിയുടെ എതിരാളിയല്ല, അതിന്റെ പിന്തുടർച്ചയാണ്. അതേ സമയത്ത് തന്നെ മുബശ്ശിറൻ ബിറസൂലി യഅതി മിൻ ബഅദി, എന്റെ ശേഷം വരാൻ പോകുന്ന ഒരു പ്രവാചകരെ സംബന്ധിച്ച് സന്തോഷം പറയാനും കൂടി എന്നെ പറഞ്ഞു വിട്ടത്. ഈ ഒരു നബി ജനിക്കാൻ പോകുന്നുണ്ട്, സന്തോഷിച്ചോളീന്ന്. എന്നിട്ടൊരു കൂട്ടരെ ജനിച്ചേ സന്തോഷിക്കാൻ പാടില്ല. പ്രവാചകന്മാരൊക്കെ വന്ന് പറഞ്ഞാൽ എന്താ, ജനിക്കാൻ പോകും. ആ സന്തോഷങ്ങളോട് പറയാനാണ് അള്ളാഹ് എന്നെ പറഞ്ഞത്. ഇത് ഖുർആനാണ്. ഇത് ഖുർആനിലുണ്ടായിരിക്കും. ഇഷ്ടം പറയാണ്, വിധങ്ങൾ ജനിച്ചതിൽ സന്തോഷമൊന്നും പങ്കുവെക്കാൻ പാടില്ല. അത് ഇബ്ലീസിന്റെ ചിന്തയായി നമ്മൾ കാണും. എന്നിട്ടതാ മൂസാ നബി ഈസാ നബി പറയുന്നു, ഇസ്മുഹു അഹ്മദ്, ആ നബിയുടെ പേരുകളിൽ ഒന്ന് അഹ്മദ് എന്നാകുന്നു. ആലോചിച്ചു, നമ്മളൊക്കെ പേരിടൽപ്പെടാ ജനിച്ചിട്ടല്ലേ. സാധാരണ കുട്ടികളാണെങ്കിൽ അങ്ങനെ. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പേര് പരിചയപ്പെടുത്തി
ആ പ്രവാചകരുടെ നാമടക്കം പറഞ്ഞിട്ടാണ് നബി പറയുന്നത്. ഈസാ നബി പറയാ അദ്ദേഹത്തിന്റെ ഒരു പേര് അഹമ്മദ് എന്നാണ്. തമ്പുരാന് ഈ പേരുകളൊക്കെ നേരത്തെ ഉപരിലോകത്തും പരിചയപ്പെടുത്തിയ സ്വർഗത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മുത്തുനബിയുടെ നാമങ്ങളൊക്കെ അല്ലാഹ് തീരുമാനിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ആ പേരുകൾക്ക് വലിയ മഹത്വം കൊടുത്തുകൊണ്ട് അത് എന്നും ഉയർന്നു നിൽക്കുന്ന സംവിധാനം അല്ലാഹു ഒരുക്കിയത്. മഹാനായ സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിനെ കുറിച്ച് വശഖാലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു ഫദുൽ അർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദു സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയതി അലൽ മുസ്തഫൽ മുഹ്താരി ഖൈറുൽ ബരിയതി വശഖാലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു. മുത്തുനബിയെ ആദരിക്കാൻ വേണ്ടി അള്ളാഹു തന്റെ നാമത്തെ പിളർത്തി. ഫദുൽ അർശി മഹ്മൂദ്, അർശിന്റെ അധിപനായ അള്ളാഹു തനിക്ക് സ്വീകരിച്ച പേര് മഹ്മൂദ് എന്നാണ്. ഇപ്പോൾ മഹ്മൂദ് എന്ന് ബോർഡിൽ എഴുതാൻ. എന്നിട്ട് അതിലെ വാവിന് കണ്ട് ഉരിയാൽ ബാക്കി എന്താണ്ടായ മുഹമ്മദ്. അങ്ങനെയാണ് അള്ളാഹു മുത്തുനബിയായിട്ടുള്ള കണക്ഷൻ. പേരിൽ വരെ തന്റെ പേരിനോട് ചേർത്ത് തന്റെ പേരിനെ ഒന്ന് മാറ്റി അതിൽ നിന്ന് തന്നെ നബിതങ്ങൾക്ക് പേരിട്ടത് എന്നാണ് നബിതങ്ങളുടെ ഔദ്യോഗിക കവിയായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടുന്നു. إذا قال في الخمس المؤذن أشهد صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. അല്ലാഹു തന്റെ നാമത്തോട് ഹബീബിന്റെ നാമത്തെ ചേർത്ത് കെട്ടി മുഅദ്ദിൻ 5 നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നമ്മളത് കേൾക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഉടനെ അതേ ശബ്ദത്തിലും അതേ ഉച്ചത്തിലും അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് കേൾക്കാത്ത, ഇത് മുഴക്കപ്പെടാത്ത, പറയപ്പെടാത്ത ഒരു സെക്കൻഡ് ഈ ഭൂമി നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അങ്ങനെ അള്ളാഹു അവിടുത്തെ പ്രകീർത്തിച്ച് ആ പേരുകളെ അവിടുന്ന് ജനിക്കുന്നതിന് മുമ്പ് പരിചയപ്പെടുത്തി. അത് പ്രവാചകന്മാർ ഇവിടെ ഒന്ന് വിളംബരപ്പെടുത്തി. ഇങ്ങനത്തെ അസാധാരണക്കാരിൽ അസാധാരണക്കാരനാണ് സയ്യിദുൽ വറ ത്വാഹ റസൂലുള്ളാഹി. നമ്മളെ പോലത്തെ ഒരു സാധാരണ മനുഷ്യനാണെന്ന് നമ്മൾ വിശ്വസിച്ചാൽ അവിടുത്തെ റിസാലത്ത് അംഗീകരിക്കലാവൂല. ഒരു പോസ്റ്റ്മാൻ എന്ന പദവിയിലെത്തും. ഒരു കത്തൊരാൾ കൊടുത്തയച്ച് പോസ്റ്റ്മാൻ നമ്മളെത്തുന്ന മുമ്പിൽ പോയി എന്ന മാതിരിയുള്ള ഒരു നബിയാണ് പുത്തനാശയക്കാർ വിശ്വസിക്കുന്ന നബി. അവിടുത്തെ സവിശേഷതകൾ, ഒരു റിസാലത്തിന്റെ പ്രത്യേകതകൾ, റസൂലായിരിക്കാനുള്ള ഖസായിസുകൾ, ഇത് അംഗീകരിക്കാതെ വേറെ എന്ത് വിപ്ലവകാരി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവന്റെ കൽബിലേക്ക് ഈമാൻ കടക്കൂല. ഇനി നോക്കൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കൊടുത്ത വേദഗ്രന്ഥം ഏതാ? പരിശുദ്ധ ഖുർആൻ. ആ ഖുർആന്റെ മുമ്പാണല്ലോ ഭൂരിഭാഗം വേദപുസ്തകങ്ങളും ഇറക്കിയത്. ആ ഗ്രന്ഥങ്ങളിലൊക്കെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കാൻ ആവശ്യമായ എല്ലാ വിശദീകരണവും ഉള്ള കൊടുത്തത്. ആര് ജനിക്കണേന് മുമ്പേ നബിതങ്ങളുടെ പേരെന്താ, നാടെവിടെയാണ്, എവിടേക്കാണ് ഹിജറ പോവുക, അവിടുത്തെ അനുയായികളുടെ സ്വഭാവം എന്താന്ന് വരെ പൂർവ്വവേദ ഗ്രന്ഥങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. നമ്മൾ വേദഗ്രന്ഥങ്ങൾ നൽകിയ ജനത അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയും. എങ്ങനെ അറിയും? സ്വന്തം മക്കളെ അറിയുന്നത് പോലെ. സ്വന്തം മക്കളെ ശരീരത്തിലുള്ള അടയാളങ്ങളൊക്കെ നമ്മൾ അറിയുന്നു. കാക്കപ്പുള്ളി, മറുക്, തലയിലുണ്ടാണ് സ്വീപ്പുണ്ടല്ലോ, ഒറ്റ സ്വീപ്പ്, ഇരട്ട സ്വീപ്പൊക്കെ ഉള്ള കുട്ടികളെല്ലാവരും ആണ്. അത് കുട്ടികളായിട്ട് ബന്ധമുള്ളവർ, പ്രവാസികൾക്ക് ചിലപ്പം ഭാഗ്യം കിട്ടാത്തവരും ഉണ്ടാവും അല്ലേ. അങ്ങനെ കാണൂല കുട്ടികളെ ശരീരം. എന്നാൽ അങ്ങനെ അവയവങ്ങളിലൊക്കെ ഉള്ള ഈ അടയാളം കണ്ടാൽ ചിലപ്പോൾ കയ്യോ കാലം മുറിഞ്ഞു പോയാൽ തന്നെ ചില മാറ്റി കാലിട്ട് എന്തിന്റെ കുട്ടിന്റെ കാലാന്ന് പറയും. അതിന് അടയാളം ഇല്ല. ഇതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലുള്ള പാടുകൾ, ഖത്മുൻ നുബുവത്തിന്റെ അടയാളം, കണ്ണിലെ അടയാളം, അവിടുത്തെ തറവാട്, സ്വഭാവം, കുടുംബം, ഇതെല്ലാം മുൻഗാമികൾക്ക് കൊടുത്ത വേദപുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നബിതങ്ങളെ സ്വന്തം കുട്ടികളെ തിരിച്ചറിയുന്നത് പോലെ അറിയാനുള്ള വിവരം ആരെടുത്തുണ്ട്?
മുൻഗാമികളായ വേദഗ്രന്ഥം പഠിച്ച ആളെടുത്തുണ്ട്. ഇത് സാധാരണ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കാത്ത ഒരുത്തൻ എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ? അവന്റെ കൽബിൽ എങ്ങനെയാണ് ഈമാൻ? അപ്പൊ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സവിശേഷതകൾ നമ്മൾ അറിയണം. അങ്ങനെ എല്ലാം അല്ലാഹു മുൻകൂട്ടി തന്നെ തീരുമാനിച്ചതാണ്. അവിടുത്തെ ജനനം എവിടെയായിരിക്കണം, അവിടുത്തെ ഹിജറ എങ്ങോട്ടായിരിക്കണം, അവിടെ ചെന്നാൽ എവിടെ താമസിക്കണം, അവിടുത്തെ ദൗത്യ നിർവഹണം എപ്രകാരമായിരിക്കണം, ഒക്കെ പടച്ച റബ്ബ് നേരത്തെ തീരുമാനിക്കുക എന്നത് മാത്രമല്ല, എല്ലാവരും ഉണ്ടാവും. പക്ഷെ അത് ഉപരിലോകത്തും മറ്റ് പൂർവികർക്കും അള്ളാഹ് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടാവും. അതുകൊണ്ട് നബിനെ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് പരലോകത്തെ രക്ഷപ്പെടാൻ ഒരു കുട്ടിക്ക് കഴിയില്ല. ഇപ്പൊ നമ്മൾ പറയില്ല, നമ്മളിപ്പോ ഇസ്ലാമിനെ പഠിക്കാത്ത ഒരാൾക്കാരുണ്ടല്ലോ, ഓരോ ഉത്തരവാദിയാണ്. അതിനൊക്കെ ഉള്ള സംവിധാനമാണ് ഏറ്റവും വലിയ ദഅവത്തായിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഇത് വിളിച്ചു പറഞ്ഞ് ഒരിക്കലെങ്കിലും കേൾക്കാത്തവര് ലോകത്തുണ്ടാവില്ല. അങ്ങനെ എല്ലാവർക്കും ആരാണ് ഈ നബി എന്നൊരു അന്വേഷണം നടത്തൽ ഓല ബാധ്യത. ഓലെ പിടിച്ച് വയലു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ബാങ്ക് കേട്ടിട്ടുണ്ടോ, ആരാണ് ഈ വിളിച്ചു പറയപ്പെടുന്ന മുഹമ്മദ്, ഈ പേരിന്റെ ഉടമ ആരാ, ആ നാമത്തിന്റെ ഇവിടെ പ്രത്യേകത എന്താ, ഇത് അവരന്വേഷിച്ച് പഠിച്ചിരിക്കണം. എല്ലാ വേദപുസ്തകത്തിലും അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഏത് മതക്കാരനാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അറിയാതെ അവർക്ക് ഇവിടെ കടന്നു പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു എല്ലാം മുൻകൂട്ടി അവിടുന്ന് ജനിക്കേണ്ട നാട് അതിനനുസരിച്ച് പാകപ്പെടും. ഖുറൈശികളുടെ കൂട്ടത്തിലെ പ്രമുഖനായിരുന്നു ഹാഷിം എന്ന് പറയുന്ന നബിതങ്ങളെ ഉപ്പാപ്പന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. നമ്മൾ പണ്ട് മദ്രസ പാഠപുസ്തകത്തിലൊക്കെ പഠിച്ച വാപ്പാരുടെ പേരുണ്ടായിരുന്നു അല്ലേ? അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് ഹാഷിം വഅദ്ബുദ് മനാഫിം മുന്തസിബ് ഉസൈകിലാബും മുറത്തും കഅബുൽ ലുഐ വാലിബ് വബിഹറും മാലികുൻ നദറുൻ നുഹൈ. ഇങ്ങനെ 20 ഉപ്പാപ്പന്മാരുടെ പേര് നമുക്കറിയാം. നമ്മളെത്ര ഉപ്പാപ്പന്മാരെ അവനവന് ഒരു മൂന്നാമത്തെ ജാപ്പന്റെ പേരറിയാം. പാപ്പന്റെ അതിന്റെ പാപ്പന്റെ ചിലപ്പോൾ ചില ആഗ്രഹം കിട്ടും. മൂന്നാമത്തിന്റെ പേര് വെച്ചാൽ പോകും. നമ്മൾ ജീവിക്കുന്ന യുഗം ഏതാ? ഇന്റർനെറ്റും കഴിഞ്ഞപ്പം AI യുഗമാണ് അല്ലേ? ഒരു ചരിത്രം ശേഖരിക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. ഒരു നഖത്തിന്റെ പൊട്ടിന്റെ വലുപ്പമുള്ള ചിപ്പുണ്ടായാൽ നമ്മളെ ഒരു 100 ജന്മത്തിന്റെ ചരിത്രം രേഖപ്പെടും. ഇത്ര സാങ്കേതിക വിദ്യ പുരോഗമിച്ചിട്ടും നമ്മളൊന്നും നമ്മളെ തറവാട് ഏതാ, നമ്മളെ വാപ്പാരാരാ ഇതറിയില്ല. ആ കടലാസ് പോലും കണ്ടെത്താത്ത കാലത്ത് ജീവിച്ച അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെച്ച അവിടുത്തെ ഉപ്പാപ്പമാർ അവരെ ചരിത്രം ഇന്ന് ലോകത്ത് ലഭിക്കുമെന്ന് പറഞ്ഞാൽ അതെന്നെ പോലെ ഇതൊരു സാധാരണ മനുഷ്യനല്ല. ഇത്ര ചരിത്രപരമായി സംരക്ഷിക്കപ്പെട്ട ഒരു നേതാവ് ലോകത്ത് വേറെ ആരാണ്? ആ ശരീരത്തിൽ വഫാത്താകുന്ന സമയത്ത് നരബാധിച്ച രോമങ്ങളുടെ എണ്ണം 19 ആയിരുന്നു എന്ന് ഫതുൽ ബാരിയിലൂടെ ഒരിടത്ത് വായിച്ചു. അങ്ങനെ ഒരു മനുഷ്യൻ ആരെങ്കിലും കുറിച്ചു വെച്ചങ്ങൾ കാണും. ശരീരത്തിലെ നരച്ച രോമങ്ങളെ എണ്ണം വരെ എണ്ണി തിട്ടപ്പെടുത്തി ചരിത്രപരമായി സംരക്ഷിക്കപ്പെട്ട നേതാവിന്റെ അനുയായികൾ നമുക്ക് അഭിമാനം ഉണ്ടാവില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്യപ്പമാരിൽ 3ാമത്തെ ആളാണ് ആര്? ഹാഷിം തങ്ങൾ. അബൂ അബ്ദുള്ള അബ്ദുൽ മുത്തലിബ് ഹാഷിം. ഹാഷിം ചെറുപ്പക്കാരനാണ്, കച്ചവടക്കാരനാണ്. മദീനയിൽ മഹാനവറുകള് കച്ചവടത്തിന് ഒരു കൂറുകാരനുണ്ടായി. മദീനയിൽ കൂടെയാണ് അവരെ യാത്ര. മദീനയായിട്ടുള്ള ബന്ധാണ്. അവിടുന്ന് ബനു നജ്ജാർ ഗോത്രക്കാരനായ അംർ എന്ന് പറയുന്ന ആളാണ് കച്ചവടത്തിൽ തന്റെ കൂടെ ഉണ്ടാകുന്നത്. ഇവർ ഭയങ്കര സ്നേഹബന്ധമാണ്. അപ്പൊ ഒരിക്കൽ അംർ പറഞ്ഞു, ഹാഷിം തങ്ങളെ, നമ്മളെ ഈ സൗഹൃദവും സ്നേഹമൊക്കെ എന്നെന്നും നിലനിൽക്കുന്നതാവാൻ എന്റെ മകളെ നിങ്ങൾ വിവാഹം ചെയ്യണം. അന്ന് ഈ മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടണമെന്നും പ്രായം ഇതൊന്നും പരിഗണിക്കുന്ന കാലമല്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്താൻ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഉമർ റളിയല്ലാഹു വന്നിട്ട് ചോദിക്കുകയാണ്, എന്റെ മോളെ നിങ്ങൾ കെട്ടൂല? ഉമർ റളിയല്ലാഹുവിന്റെ എത്ര മൂത്ത നബിതങ്ങൾ? ആ നബിതങ്ങൾക്ക് ഉമർ റളിയല്ലാഹുവിന് മകളെ കിട്ടി. സിദ്ദീഖ് തങ്ങൾ നബിന്റെ അളയതാ, ആ നബിന്റെ മോളെ കിട്ടി. അന്ന് ആ ഒരു വിഷയമല്ല. അന്ന് ഓരോ കാലഘട്ടത്തിലെ രീതിയാണ്. നമ്മളോരോ രീതി മാറുകയാണ്. അപ്പൊ അംറിനോട് ഹാഷിം തങ്ങൾ പറഞ്ഞു, ഞാൻ നാട്ടിലൊന്ന് അന്വേഷിച്ച് പറയാം. അങ്ങനെ കുടുംബക്കാരൊക്കെ സമ്മതത്തോടുകൂടെ തന്നെ അംറിന്റെ മകൾ സെൽമ എന്നവളെ ഈ ഹാഷിം എന്നൊരു കല്യാണം കഴിക്കണം. അങ്ങനെ ഏതാനും ദിവസം മദീനയിൽ ഭാര്യയോടൊപ്പം താമസിച്ച് പിന്നെ കച്ചവടാർത്ഥം
ഫലസ്തീനിലെ ഗസയിലേക്ക് പുറപ്പെട്ടു മഹാനായ ഹാഷിം തങ്ങൾ. ആ ഗസയിൽ വെച്ച് അവിടുന്ന് വഫാത്തായി. ഇതിപ്പോ യുദ്ധം നടക്കുന്ന ഗസ നിബിതങ്ങളുടെ വല്യപ്പ അന്ത്യവിശ്രമമുള്ള സ്ഥലം കൂടിയാണ്, ഒന്നാമത്തെ ഉപ്പ. അങ്ങനെ ആ സമയത്ത് ഭാര്യ സെൽമ ഗർഭിണിയാണെന്നുള്ള വിവരം അറിഞ്ഞോളന്നില്ല. ഹാഷിം തങ്ങൾ അറിയില്ല, മക്കയിലുള്ള കുടുംബക്കാരും അറിയില്ല. അവര് വിധവയായി. ഏതായാലും ഗർഭം പൂർത്തിയായി, ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. ആ കുട്ടിക്കൊരു വല്ലാത്ത സൗന്ദര്യം നൽകി, മുഖത്തൊരു വല്ലാത്ത പ്രകാശം. ആ സവിശേഷത ഹാഷിം തങ്ങൾക്കുണ്ടായിരുന്നു. അതും കൂടെ കണ്ടാണ് അംറ് തന്റെ മകളെ കെട്ടിച്ചത്. വല്ലാത്തൊരു സൗന്ദര്യവും ഒരു പ്രകാശം, അത് നുബുവത്തിന്റെ വെളിച്ചാണ്. അങ്ങനെ ഈ കുട്ടിക്ക് ഇവർ പേരിട്ടു ഷൈബത്തുൽ ഹംദ് എന്നാണ് പേരിട്ടത്. അങ്ങനെ ഈ കുട്ടി വളർന്ന് വലുതാണ് അമ്മാവന്മാരുടെ കൂടെ താമസിച്ചു. ബനുനജ്ജാറുകാർ എന്ന് പറഞ്ഞ അന്നത്തെ മദീന പള്ളിയുടെ അയൽവാസികളാണ്. അങ്ങനെ അവിടെ വളർന്നുകൊണ്ടിരിക്കുക. 6 വയസ്സായി. ഒരു അസാധാരണ ബുദ്ധിവൈഭവവും കായികക്ഷമതയൊക്കെ ഉള്ള കുട്ടിയാണ്. 6 വയസ്സായപ്പോൾ തന്നെ ഈ കുട്ടി അമ്പെയ്ത്തിൽ വലിയ പ്രാവീണ്യം നേടി, ഷൈബത്തുൽ ഹംദ്. അങ്ങനെയാണ് മദീനയിൽ ഒരു അമ്പെയ്ത്ത് മത്സരത്തിൽ ശ്രദ്ധേയനായി യുവാക്കളോട് മത്സരിക്കാണ് ഈ 6 വയസ്സുകാരൻ. അങ്ങനെ ആ മത്സരം ഇങ്ങനെ ആൾക്കാർ തട്ടിച്ചുകൂടി കാണുമ്പോഴാണ് യാദൃശ്ചികമായി മക്കാരായ ചിലർ കച്ചവട യാത്ര നടത്തുമ്പോൾ ഈ രംഗം കാണും. അപ്പൊ ഈ വലിയ മത്സരം കാണുമ്പോൾ അതിൽ കമ്പുള്ളവരൊക്കെ നോക്കിക്കോളും. അങ്ങനെ ഇവരിത് കാണാൻ ചെന്നപ്പോൾ അവിടെ നിൽക്കുന്നവർ കൂട്ടത്തുനിന്ന് ചിലര് പറഞ്ഞു, ഇത് നിങ്ങളെ നാട്ടുകാരനാണ് ഈ കുട്ടി എന്ന് പറഞ്ഞു മക്കാരോട്. അപ്പോൾ അത്ഭുതപ്പെട്ടു, ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു കുട്ടി മത്സരത്തിനോട് വന്നായിട്ട് ഇവരൊന്നല്ല, ഇവിടെ വന്നതല്ല, നിങ്ങളെ നേതാവ് ഹാഷിമിന് ഇവിടെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു, അതിൽ ജനിച്ച കുട്ടിയാണ്, ഷൈബത്തുൽ ഹംദാണ് ഈ 6 വയസ്സുകാരൻ. ഈ വാർത്ത മക്കയിലെത്തി. അങ്ങനെയാണ് ഹാഷിമിന്റെ സഹോദരൻ മുത്തലിബ്, അദ്ദേഹം മദീനയിലേക്ക് വന്നു. തന്റെ സഹോദരന്റെ കുഞ്ഞിനെ അന്വേഷിച്ചു. ബനുനജ്ജാർ ഗോത്രത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചത്, സെൽമയാണ് ഭാര്യയുടെ പേര്. വീട് അന്വേഷിച്ച് കണ്ടെത്തി. സുബ്ഹാനല്ലാഹ്, വലിയ സന്തോഷമായി. ഹാഷിമിന്റെ അതേ മുഖച്ഛായുള്ള സുന്ദരനായ ഒരു കുട്ടിയാണ് ഷൈബത്തുൽ ഹംദ്. എളാപ്പ ഒരാഴ്ചയോളം ആ കുഞ്ഞിന്റെ കൂടെ അവിടെ താമസിച്ചു. അവർക്കും വലിയ സന്തോഷം. വാപ്പനെ കാണാൻ പറ്റിയില്ലെങ്കിൽ എളാപ്പനെ കണ്ടൊരു സന്തോഷം ഉണ്ടാവുമല്ലോ, വാപ്പന്റെ അഞ്ചനെ കാണും. അങ്ങനെ ആ കുട്ടിയുമായി നന്നായി അടുത്ത് തന്ത്രപൂർവം ആ കുട്ടിയെ മക്കയിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാടുണ്ടാക്കി മുത്തലിബ്. അങ്ങനെ ഒരു വിധം സെൽമയോട് സമ്മതം വാങ്ങി മക്കയിലൊന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞ് കുട്ടീനെയും കൂട്ടി പോവാണ്. ഈ കുഞ്ഞിനെ കുതിരപ്പുറത്തിരുത്തി യാത്ര ചെയ്യുമ്പോൾ കാണുന്നവരൊക്കെ കണ്ണെടുക്കാതെ നോക്കുന്നതാണ്. അത്രയും വലിയ സൗന്ദര്യമാണ്. അവർക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പലരും ചോദിക്കും, ഇവൻ ആരാണ്? അപ്പൊ മുത്തലിബ് പറയും, ഹാദാ അബ്ദുല്ലി, ഇതെന്റെ ഒരു അടിമയാണ്. അടിമ എന്ന് പറഞ്ഞാൽ പിന്നെ വല്ലതായി നിലവാരം കുറഞ്ഞല്ലോ. അപ്പൊ ഇനി അങ്ങനെ പോന്നു. നാട്ടിലെത്തിയ ശേഷം മുത്തലിബ് ആ സത്യം പറഞ്ഞ്, ഇവൻ അടിമയല്ല, ഇതെന്റെ ഇക്കാക്ക ഹാഷിം തങ്ങളുടെ മദീനയിലെ ഭാര്യയിലുണ്ടായ മകനാണ് ഷൈബത്തുൽ ഹംദ്. പക്ഷെ അപ്പോഴേക്ക് നാട്ടുകാർ ആ കുട്ടീനെ പേരിട്ട് വിളിച്ചു അബ്ദുൽ മുത്തലിബ്. മുത്തലിബ് പറഞ്ഞല്ലോ എന്റെ അടിമയാണെന്ന് പറഞ്ഞു. ആ പേരാണെന്ത്? അബ്ദുൽ മുത്തലിബ്. ഈ ആളാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യപ്പ എന്ന് പറഞ്ഞ ആള്. വാപ്പന്റെ വാപ്പ അബ്ദുൽ മുത്തലിബ് എവിടെ ജനിച്ചതാ? മദീനയിൽ. ഇതിപ്പോ എന്തിനാ അള്ളാഹു തആല മദീനയെ കൊണ്ടുപോയിട്ട് വല്യാപ്പൻ നടത്താക്കിയത്? അതൊക്കെ അവിടുത്തെ ദഅവത്തിന് വേണ്ടിയുള്ള മണ്ണൊരുക്കുന്നതിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ അവിടുത്തെ സ്വീകരിക്കാനും സൽക്കരിക്കാനും ഒക്കെ അവിടുത്തെ ബന്ധുക്കളായ ആളുകൾ അവിടെ നിന്ന് നേരത്തെ സംവിധാനിക്കാണ്. അങ്ങനെ ഈ അബ്ദുൽ മുത്തലിബ് എന്ന് പിന്നെ പേരിട്ട് വിളിച്ച ഷൈബത്തുൽ ഹംദ് മുത്തലിബിന് ശേഷം മക്കയുടെ നായകനായി മാറി. ഖുറൈശികളിലെ പ്രമുഖനായിരിക്കും, മക്കയുടെ അന്നത്തെ നാട്ടുഭരണാധികാരി. ആ സ്ഥാനത്തേക്ക് അബ്ദുൽ മുത്തലിബ് വളർന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും 360-ലേറെ പ്രതിമകൾ ഉണ്ടായിട്ടും ഒരു പ്രതിമയുടെ മുമ്പിലും തലകുനിച്ചിട്ടില്ല, മദ്യപിച്ചിട്ടില്ല, കള്ളം പറഞ്ഞിട്ടില്ല. ഹിംസ്ര ജീവികൾക്ക് പോലും ആഹാരം സ്വതക്ക ചെയ്യുന്ന പതിവുകാരനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാണ് അബ്ദുൽ മുത്തലിബ്. നബിതങ്ങളുടെ ഉപ്പാപ്പമാരുടെ കൂട്ടത്തിൽ ആരും മുശ്രിക്കുകളില്ല, എല്ലാവരും നല്ല സ്വാലിഹീങ്ങളായ ആളുകളാണെന്നാണ് സുന്നത്തെ മതത്തിന്റെ.
അവരൊക്കെ നല്ല ആളുകളാണ്. ആ കാലഘട്ടത്തിൽ കുറെ പേച്ചവരുണ്ടെങ്കിലും ഇവരൊക്കെ നല്ല അള്ളാഹനെ അറിഞ്ഞു പോകുന്ന ടീം തന്നെയാണ്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് അധികാരേറ്റ് ഇങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞു. അതിലൊരു കുട്ടി ഉണ്ടായി, ഹാരിസ് എന്നാണ് ആ കുട്ടീൻ്റെ പേര്. ഈ കുട്ടി മാത്രമുള്ള സമയത്താണ് ഒരു സ്വപ്നം കാണുന്നത്. മുത്തുനബിയെ മക്കയിൽ കൊണ്ടുവരാൻ അല്ലാഹു തആല സമയം ഒരുക്കുകയാണ്. എന്താണ് സ്വപ്നത്തിലുള്ളത്? ഇഹ്ഫർ സംസം, നിങ്ങൾ സംസം കിണർ വീണ്ടെടുക്കണം എന്ന നിർദ്ദേശമാണ്. ഏതാ സംസം കിണർ? ഇന്ന് നമ്മൾക്ക് പരിചയമുള്ള കിണറാണ്. പക്ഷേ മുമ്പ് ഹുസാഅത്ത് ഗോത്രം എന്ന് പറയുന്ന യമനിൽ നിന്നുള്ള ഒരു ഗോത്രക്കാര് മക്കയെ ആക്രമിച്ചു, കീഴ്പ്പെടുത്തി. അന്ന് ആ നാട് വിട്ടു പോകുന്ന സമയത്ത് അന്നത്തെ ഭരണാധികാരി ഒരു കാര്യം ചെയ്തു. കഅബയിലേക്ക് നേർച്ചയായി കിട്ടിയ എല്ലാ സ്വർണങ്ങളും വെള്ളികളും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സംസം കിണറിലിട്ട്, അത് കൊണ്ടുപോകാൻ പറ്റൂലല്ലോ, കഅബന്റെ അല്ലേ, അത് അതിലിട്ടിട്ട് കിണറങ്ങ് മൂടിക്കണം. അങ്ങനെ ഹുസാഅത്ത് ഗോത്രക്കാർ വന്നപ്പോ പിന്നെ കിണർ കാണാതെ, പിന്നെ കുറെ കാലം ഈ സംസം മൂടപ്പെട്ട തരത്തിലാണ്. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മമാകാൻ പോവാണ്. അതിന്റെ മുമ്പ് എന്ത് ചെയ്യണം? സംസം വീണ്ടെടുത്ത് അവിടെ ജനങ്ങളുടെ ഒഴുക്ക് വർദ്ധിക്കണം. അല്ലാഹു തആല അതിനുള്ള സൗകര്യം ഒരുക്കണം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം സ്വപ്നം കാണുന്നത്. 3 ദിവസം തുടരെ സ്വപ്നം കണ്ടപ്പം ഇത് സത്യസന്ധമായ സ്വപ്നം തന്നെയാണെന്ന് മനസ്സിലാക്കി നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞതാ, നമ്മളെ ഈ കഅബയുടെ കിഴക്ക് ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഒരു കിണറുണ്ട്, അത് വീണ്ടെടുക്കണമെന്ന് എനിക്ക് സ്വപ്നത്തിലൂടെ നിർദ്ദേശമുണ്ട്, എല്ലാവരും സഹകരിക്കണം. അപ്പൊ ആൾക്കാരൊക്കെ തമാശയാക്കി, അതിന്റെ സ്വപ്നമായിരിക്കും, ഈ കുന്നിന്റെ നെറുവില് എവിടുന്ന് കിണറുണ്ടാനാ, ചരിത്രം തന്നെ മാഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും എതിർന്നു. അപ്പൊ പറഞ്ഞു, അല്ല, അത് കിണറുള്ള സ്ഥലം വരെ എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചിട്ടുണ്ട്. അവിടെ ഉറുമ്പുകളുടെ ഒരു കൂട്ടം താമസിക്കുന്നുണ്ടാവും, അവിടെ ശരീരത്തിൽ വെള്ള നിറമുള്ള ഒരു കാക്കങ്ങനെ ചിക്കി പൊറുക്കുന്നുണ്ട്, നമ്മൾ പോയി നോക്കാന്ന്. അപ്പൊ ചെന്ന് നോക്കുമ്പോ സ്ഥലം കണ്ടു, ഇന്നത്തെ സംസം അതേ സ്ഥലം. പക്ഷെ അവിടെ ഹുബില എന്ന് പേരുള്ള ഒരു പ്രതിമനെ പ്രതിഷ്ഠിച്ച സ്ഥലം, അവിടെ പോയി കണ്ടത്. അപ്പൊ ഈ ഹുബില എന്താവും? അവിടുന്ന് മാറ്റപ്പെടും. അപ്പൊ നാട്ടുകാര് പറഞ്ഞു, നാട് കുട്ടിച്ചോറായിപ്പോ ഹുബില ഇവിടുന്ന് പോയാൽ, അതുകൊണ്ട് ഒരു നിലക്കും ആ കിണർ വീക്കാൻ ഞങ്ങൾ കൂട്ടു നിൽക്കൂല. ആരും കൂടെ നിന്നില്ല. ഒരേ ഒരു കുട്ടി, ഹാരിസ് എന്ന കുട്ടി മാത്രം. ആ സമയത്താണ് മഹാനവറുകൾ ഒരു നേർച്ച നേരുന്നത്, പടച്ചവനെ, ഈ ഹാരിസിനെ പോലെ ഒരു 10 ആൺമക്കളെ നീ എനിക്ക് തരികയാണെങ്കിൽ അവര് പ്രായപൂർത്തിയെത്തി കഴിഞ്ഞാൽ അവരിൽ ഒരാളെ ഈ കഅബയുടെ മുറ്റത്ത് വെച്ച് ഞാൻ നിനക്ക് വേണ്ടി ബലിയർക്കും. ഭയങ്കര നേർച്ച. അത് പറഞ്ഞു, മൂപ്പര് കുഴിച്ചു തൊലയട്ടെ, നമ്മളാരും കൂടണ്ടാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും മാത്രം ചേർന്ന് അവിടെ കിണർ കുഴിച്ചു. കുഴിച്ചുമ്പോൾ വേഗം പോയി നടക്കും, കൊണ്ടിട്ട മണ്ണാണല്ലോ, അപ്പൊ വേഗം പോയാൽ കിട്ടും. കുറച്ചങ്ങോട്ട് എത്തി നോക്കുമ്പോൾ പിന്നെ സ്വർണത്തിന്റെ പല സാധനമാണ് കാണുന്നത്. അപ്പൊ കുറേശ്ശൊക്കെ അടുത്തു വിട്ട് പറഞ്ഞു, നമുക്കും വേണം ഒരു ഓരി എന്നാണ്. മഹാൻ പറഞ്ഞോളൂ, 3 ഓരി ആക്കാം, 2 ഓരി ആക്കും, 3 നറുക്കൂടും. ഒന്ന് ഖുറൈശികൾക്ക്, ഒന്ന് കഅബക്കും, ഒന്ന് അബ്ദുൽ മുത്തലിബ്. ആദ്യത്തെ 2 നറുക്കെടുക്കും, കിട്ടുന്നവർക്ക് പകുതിയും കൊടുക്കും. 3ാമത്തോളം എന്താവും? ആയിക്കോട്ടെ. അങ്ങനെയാണ് നറുക്കിട്ടത്. ആദ്യത്തെ നറുക്ക് എന്നെ കഅബക്ക് കിട്ടി, 2ാമത്തെ നറുക്ക് അബ്ദുൽ മുത്തലിബ്. മറ്റൊരു കൂടിയില്ലല്ലോ, ഓല് പുറത്തായി. അങ്ങനെ എന്ത് ചെയ്തു? പിന്നെ കാണുന്നത് വെള്ള. ഇതോടെ അബ്ദുൽ മുത്തലിബ് നാട്ടുകാരുടെ മുടിചൂടാമൻ, എല്ലാവർക്കും പ്രിയങ്കരനായി. മഹാനവറുകൾക്ക് മക്കളുണ്ടാകാൻ തുടങ്ങി. 10ാമത്തെ ആൺകുട്ടിയായാണ് അബ്ദുള്ള എന്ന കുട്ടി ജനിക്കുന്നത്. ആ കുട്ടി ജനിച്ചതിന് ശേഷമാണ് പിന്നീട് അബ്ബാസ് ജനിക്കുന്നു. പിന്നീട് ഹംസ റളിയല്ലാഹു അൻഹു ജനിക്കുന്നു. 10ാമത്തെ കുട്ടി അബ്ദുള്ള എന്നവർക്ക് കൂടി പ്രായപൂർത്തിയെത്തി. അപ്പൊ നേർച്ച കിട്ടേണ്ട സമയമായി. അപ്പോൾ നാട്ടുകാരെയും കുടുംബക്കാരെയും മക്കളെയും ഒക്കെ വിളിച്ചു പറഞ്ഞു, മക്കളെ, എനിക്ക് ഇങ്ങനെ ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഹാരിസ് സാക്ഷിയാണ്, മൂത്ത മകൻ. അതിനാൽ നമ്മൾ 10 മക്കളിൽ ഒരാളെ അള്ളാഹ്ക്ക് വേണ്ടി ഇവിടെ വെച്ച് ബലിയർക്കാൻ പോകണം. അത് വാപ്പ നറുക്കിടും, അത് കിട്ടുന്നവര് വഴങ്ങണം എന്നാ പറഞ്ഞു. പക്ഷെ വാപ്പന്റെ മനസ്സിലപ്പുണ്ട്, ഈ അബ്ദുള്ള അതിലാവാതിരിക്കട്ടെ. കാരണം ഈ അബ്ദുള്ള ഈ കുട്ടികളെ കൂട്ടത്തുനിന്ന് ഒരു വേറിട്ട കുട്ടിയാണ്. അതിനൊരു പ്രത്യേകമായ
മുഖ സൗന്ദര്യവും പ്രകാശമയൊക്കെ ഉണ്ട്. നുബുവത്തിന്റെ ഇത് അതിലൂടെ വരുന്നത്. ആ കുട്ടിക്കാണെങ്കിൽ വാപ്പനോട് ഒരു വല്ലാത്ത സ്നേഹം. വാപ്പന്റെ കൂടെ എപ്പോഴും ഹിദമക്ക് വേണ്ടിയും സഹായത്തിന് വേണ്ടിയും അബ്ദുള്ള ഉണ്ടായി. പക്ഷെ കുട്ടികളോട് നീതി പുലർത്തണമല്ലോ. അപ്പൊ തുല്യത പാലിക്കണമെന്നൽക്ക് എല്ലാരെയും പേരയിൽ നറുക്കിടാൻ തീരുമാനിച്ചു. മനസ്സിലൊരാശയുണ്ട് അബ്ദുള്ള പെടാതെക്കട്ടെ. പക്ഷെ നറുക്കിട്ട് നോക്കുമ്പോ ആരാ പെട്ടത്? അബ്ദുള്ള എന്നവരാ. അപ്പൊ അബ്ദുള്ളാനെ അറക്കണം. അതിനുവേണ്ടി തയ്യാറെടുത്തപ്പം എല്ലാവരും വിയോജിപ്പ്. നാട്ടുകാരൊക്കെ പറഞ്ഞു, നിങ്ങൾ ഈ നാടിന്റെ ഭരണാധികാരിയാണ്, ഇതൊരു പുതിയ സംസ്കാരം തുടങ്ങലാണ്, ഇവിടെ മനുഷ്യക്കുരുതി തുടങ്ങിയാൽ ഇത് തുടരും, അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് മറ്റെന്തെങ്കിലും വഴി കാണണം. പക്ഷെ അബ്ദുൽ മുത്തലിബ് തങ്ങൾ നേർച്ച വീട്ടുന്നതിൽ വലിയ ജാഗ്രതയുള്ള ആളാണ്. അതിന് അള്ളാഹു എന്തെങ്കിലും തീരുമാനം തരട്ടെ, ഞാനത് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഒരുങ്ങി. അവസാനം അബ്ദുള്ള റളിയല്ലാഹുവിനെ അറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഹംസയും അബ്ബാസും അടക്കമുള്ള ചെറിയ അഞ്ചന്മാരടക്കം വാപ്പാനെ പിടിച്ചു മാറ്റി അബ്ദുള്ള തങ്ങളെ പിടിച്ചു വലിച്ച് രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത്. ആ സമയത്തുണ്ടായിരുന്ന ഒരു പാട് മരണം വരെ അബ്ദുള്ള തങ്ങളെ മുഖത്തുണ്ടായിരുന്നു എന്നൊക്കെ ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം ഖുറൈശികൾ ഒരു അന്നത്തെ വലിയൊരു പണ്ഡിതൻ എന്നറിയപ്പെടുന്ന ഏതോ ഒരാളെ കൊണ്ടുവന്നു. അയാൾ ഒരു പഞ്ചായത്ത് പറഞ്ഞു, നമ്മളൊരു കാര്യം ചെയ്യാൻ, പിന്നെ അബ്ദുള്ളൻ ഒരു ഭാഗത്ത് വെക്കുക, 10 ഒട്ടകത്തെ മറുഭാഗത്ത് വെക്കുക, എന്നിട്ട് നറുക്കിട. ഒട്ടകത്തിന്റെ നറുക്ക വീഴുന്നതെങ്കിൽ ആ 10 ഒട്ടകത്തെ അറുത്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്ത് അബ്ദുള്ളനെ മോചിപ്പിക്കുക. ഇനി അതല്ല അബ്ദുള്ള തന്നെയാണ് വീണ്ടും നറുക്കിൽ വീഴുന്നത്, എന്ത് ചെയ്യണം? അബ്ദുള്ളനെ അറക്കാൻ പറ്റൂല, പകരം 20 ഒട്ടകം വെച്ച് രണ്ടാമത് പിന്നെ നറുക്കണം. പിന്നെ അബ്ദുള്ളനെ കിട്ടുകയാണെങ്കിൽ 30 ഒട്ടാക്കണം. അങ്ങനെ എപ്പോഴാണോ ഒട്ടകത്തിന്റെ നറുക്ക് വീണ് അത്രയും ഒട്ടകത്തെ അറുത്തിട്ട് വിതരണം ചെയ്തിട്ട് വേണം അബ്ദുള്ളനെ രക്ഷപ്പെടുത്താൻ. അങ്ങനെ ആകാംക്ഷ ഭരിതരായി ജനങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ നറുക്കിടുന്നു. ആദ്യത്തെ നറുക്ക് തന്നെ അബ്ദുള്ളക്ക് തന്നെ കിട്ടിയത്. 10 ഒട്ടകം 20 വെച്ചു. വീണ്ടും അബ്ദുള്ള ഒട്ടകം 30, പിന്നെയും അബ്ദുള്ള ഒട്ടകം 40. അങ്ങനെ പോയി 10ാമതിട്ടപ്പോഴും ഒട്ടകം പോയി. അതിനുശേഷം നറുക്കിട്ടപ്പോഴാണ് ഒട്ടകത്തിന്റെ നറുക്കിട്ടത്. അങ്ങനെ 100 ഒട്ടകത്തെ ദാനം കൊടുത്താണ് അബ്ദുള്ള എന്ന കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നത്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലയും അവിടുത്തെ വാപ്പന്റെ വിലയും ലോകത്തെ അറിയിക്കുകയാണ്. ഇതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ വിളിക്കാറുണ്ടല്ലോ ഇബ്നു ദബീഹൈൻ, അറുക്കപ്പെട്ട 2 ആളുടെ മകനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് നേരത്തെ ഇതുപോലെ അറിവിനുണ്ടെന്ന് വല്യാപ്പാര ഇസ്മായിൽ അലൈഹിസ്സലാം, ഒന്ന് നേരെ വാപ്പ. ഈ 2 ആളും അറിവിന്ന് രക്ഷപ്പെട്ട ആൾക്കാരാണ്. ഇത് ഇവരുടെ വിലയും നിലയും ലോകത്തെ അറിയിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്തതാണ്. അങ്ങനെ ഈ കുട്ടിനോട് എല്ലാവർക്കും കമ്പായി. പല കുടുംബക്കാരും അബ്ദുള്ളാനെ പുതിയാപ്പിളായി കിട്ടണം എന്നുള്ള ആഗ്രഹം. അങ്ങനെയാണ് വഹബിന്റെ പൊന്നോമന പുത്രി ആമിന ബീവി റളിയല്ലാഹു അൻഹ ഈ സൗഭാഗ്യം. ആമിന ബീവി നബി തങ്ങളുടെ ഉപ്പാക്ക് ഇണയൊത്ത ഭാര്യയാണ്. കാരണം അന്ന് സ്ത്രീകളുടെ കൂട്ടത്തില് പ്രതിമകളുടെ മുമ്പിൽ തലകുനിക്കാതെ പൂർവകാലത്തെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു പോകുന്ന അപൂർവം ചില വനിതകൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് നബി തങ്ങളെ പിന്നീട് ഭാര്യയായി മാറിയ ഖദീജ റളിയല്ലാഹു അൻഹ. അങ്ങനത്തെ ഒരു സ്ത്രീയാണ്. നബി തങ്ങളുടെ ഉമ്മ ആമിന ബീവി അങ്ങനത്തെ സ്ത്രീയാണ്. ആ ആമിന ബീവിയുമായാണ് പിന്നെ അബ്ദുള്ളയുടെ വിവാഹം നടക്കുന്നത് 18ാം വയസ്സിൽ. 25 വയസ്സ് വരെ അവർ ഒന്നിച്ച് ജീവിച്ചു എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു. 25 വയസ്സായപ്പോഴാണ് പതിവനുസരിച്ച് അബ്ദുള്ള തങ്ങൾ സിറിയയിലേക്ക് യാത്ര പോവാണ് കച്ചവടത്തിൽ. യാത്ര പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മഹദിയുടെ കുളി തെറ്റിയ വിവരം അറിയുന്നത്. അത് ഭർത്താവ് അറിഞ്ഞിട്ടില്ല. വന്നിട്ടത് പറയണം. അത്രയും കാലമായി, 4-5 അല്ലെങ്കിൽ 7 വർഷത്തോളായി ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹമായിട്ട് നിൽക്കുകയാണ്. ആ ആഗ്രഹം സന്തോഷത്തോടുകൂടെ ഭർത്താവിനെ നേരിട്ട് അറിയിക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് തിരിച്ചു പോരുന്ന അബ്ദുള്ള റളിയല്ലാഹു അൻഹു മദീനയിലെത്തിയപ്പോൾ കുഴഞ്ഞു വീണു. എവിടെ? നേരത്തെ വെല്ലിപ്പ ജനിച്ച ആ പ്രദേശം. ഇന്നത്തെ മസ്ജിദുൻ നബവിയുടെ പരിസരത്താണ് യാത്രാ മധ്യേ അബ്ദുള്ള റളിയല്ലാഹു അൻഹു കുഴഞ്ഞു വീണു. അവിടെ ചെന്ന് ആൾക്കാർ ഓടിക്കൂടി
ഈ കുട്ടീനെ സംബന്ധിച്ച് ആരാണ് ഈ ചെറുപ്പക്കാരൻ അന്വേഷിച്ചപ്പോഴാണ് അവര് ഞെട്ടിപ്പോയി. ഇത് 6-ാം വയസ്സിൽ ഇവിടുന്ന് കൊണ്ടുപോയ ഷെയ്ബത്തുൽ ഹംദിന്റെ മകൻ അബ്ദുള്ളയാണെന്ന് അറിഞ്ഞപ്പം വല്യപ്പാന്റെ അമ്മമാരാണല്ലോ, അവരെല്ലാരും കൂടി ഓടിക്കൂടി ഞങ്ങളെ കുട്ടിയാണെന്ന് പറഞ്ഞാൽ അവരെ വീട്ടിൽ കിട്ടുന്നു. അങ്ങനെ അവിടെ വെച്ച് പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നടത്തി. വിവരറിഞ്ഞ് മക്കയിൽ നിന്ന് കുടുംബക്കാര് മദീനയിലേക്ക് പുറപ്പെട്ടെങ്കിലും അവരെത്തുമ്പോഴേക്ക് അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഈ ദുനിയാവിനോട് വിട പറഞ്ഞു. മുത്തുനബിയുടെ ഉപ്പ അന്ത്യവിശ്രമം കൊള്ളുന്നപ്പോ എവിടെയായിരിക്കും? ആ മദീനയുടെ പരിസരത്താണ്. ഇതൊന്നും യാദൃശികമായിട്ട് നമുക്ക് കണ്ടുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പനും ഉമ്മനും ഒക്കെ അള്ളാഹ് എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോയെന്ന് നമ്മൾ വിചാരിക്കും. ഇതൊക്കെ അള്ളാഹുവിന് ചില ഹിക്മത്തുകൾ ഉണ്ടാവും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പം വിശ്രമിക്കുന്നതിന്റെ പരിസരത്ത് എവിടോ തന്നെയാണ് ആരുള്ളത്? അവിടുത്തെ വല്യപ്പയും വിശ്രമിക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് വഫാത്തായി. പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആമിന ബീവി റളിയല്ലാഹു അൻഹ പ്രസവിക്കുന്നത്. ഒരു സാധാരണ കുട്ടി ജനിച്ചതുപോലെയല്ല അവിടുത്തെ ജനനമുണ്ടായത്. പ്രസവം ഗർഭമുള്ള സമയത്ത് തന്നെ ഉള്ള സന്തോഷ വാർത്തകളും റിപ്പോർട്ടുകളും നമ്മൾ കേട്ടതാണ്. ജനിക്കുന്ന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ മുഴുവനും അവിടുത്തെ ദൗത്യത്തിലേക്കുള്ള സൂചനയാണ്. നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, സാവാ തടാകം വറ്റി വരണ്ടു എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ ഒരു തടാകം വറ്റി വരണ്ട വലിയ അതൊരു ദുശകുനല്ലേ? അങ്ങനെയാണല്ലോ ഒരു മൗലവി പ്രസംഗിച്ചത്. അതൊക്കെ ഒരു മധുഹാണോ? തടാകങ്ങളെ, നദീതടങ്ങളെയൊക്കെ ദിവ്യത്വം ആരോപിച്ച് ആരാധിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ പോലെ. എങ്ങനെയൊക്കെ മുങ്ങിയാൽ മരിച്ച ബ്രഹ്മാവിന്റെ അടുത്ത് പോയി പൊങ്ങുന്ന പറയുന്നത്. ഇതെന്താ? ഇത് വിശ്വാസമാണ്. ചില ആളുകൾ ദിവ്യത്വം ആരോപിക്കാണ് നദികൾ. അതിന്റെ സാഹചര്യം എങ്ങനെയാണ്? അവര് ജീവിക്കുന്നത് ഈ നദീതടങ്ങളിലാണ്. അപ്പൊ അവര് മത്സ്യബന്ധനം നടത്തിയും കൃഷിക്ക് വെള്ളമെടുത്തും കുടിക്കാൻ വെള്ളമെടുത്തും ഒക്കെ അവരുടെ ജീവിതം തന്നെ എന്താ ആശ്രയിച്ച? ആ നദി ആശ്രയിച്ച. അപ്പൊ ആ ആളുകൾ തെറ്റിദ്ധരിക്കുക നമ്മളെ ദേവത ഏത് തന്നെയാണ് ഈ നദി. ഈ കടലിനെ ആരാധിക്കുന്നവരുണ്ടല്ലോ, കടലിൽ എന്തെങ്കിലും മീൻ പിടിച്ച് ജീവിക്കണം, നമ്മളെ ദൈവം ഏത് തന്നെയാണ്, നമുക്ക് അന്നം തരുന്ന കടലാണെന്ന് വിശ്വസിക്കണം. അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയണില്ല. അബ്ദുലിമോൻ പറഞ്ഞല്ലോ, നമ്മളൊരാളിങ്ങനെ പെന്നിലിങ്ങനെ എഴുതുമ്പോഴേ ഒരു ഉറുമ്പ് ആ പേപ്പറിൽ ഇരിക്കുന്നുണ്ട്. ആ ഉറുമ്പ് കരുതുന്നത് എന്താണ്? ഈ നിപ്പാണ് പഠിച്ചവൻ ഈ വിപ്ലവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതിന്റെ പുറത്ത് നിൽക്കുന്ന കയ്യിനെ കുറിച്ച് ആരും ആലോചിക്കണില്ല, ഉറുമ്പ് ആലോചിക്കണില്ല എന്നാണ്. ആ കയ്യാണ് ഇങ്ങനെ കൊണ്ടുപോണത്. അപ്പൊ ഈ നിപ്പ് വരക്കാണെന്നാണ് താഴെ നിൽക്കണ ഉറുമ്പിന് തോന്നുന്നത്. എന്നതുപോലെയാണ് ചില ജനങ്ങള്. ഈ കടലിൽ മീനൊക്കെ ഇങ്ങനെ ഉണ്ടാവുമ്പോഴേ അത് കടലാ തരുന്നെന്ന് വിചാരിക്കും. അതിന്റെ മേലെ ഇതൊക്കെ തരുന്ന പഠിച്ചവനെ ഇവരറിയുന്നില്ല, ആലോചിക്കുന്നില്ല. ഇതേപോലെ സാവ എന്ന് പറയുന്ന പ്രദേശത്തുകാർ അവിടുത്തെ നദിയെ ദിവ്യത്വം ചാർത്തി ആരാധിച്ചിരുന്നു. അതാട്ട് ഉൾവലിഞ്ഞു. ഇതെന്തിന്റെ ഷാറ? നബിതങ്ങൾ ഇവിടെ വരാൻ പോകുന്നത് ദൈവവിശ്വാസത്തിലുണ്ടായ അബദ്ധങ്ങളെ തിരുത്താൻ വേണ്ടിയാണ്. 2000-ലേറെ കൊല്ലക്കാലമായി കെട്ടുപോകാൻ സമ്മതിക്കാതെ പേർഷ്യക്കാർ ആരാധിച്ചു നിർത്തിപ്പോന്ന അഗ്നികുണ്ഡം ഭൗതികമായ ഒരു കാരണവുമില്ലാതെ കെട്ടൊടുങ്ങിപ്പോയി. പെട്ടെന്ന് നടക്കില്ല. ഇതെന്താണ്? ഇതുതന്നെ വിശ്വാസങ്ങൾ ദൈവവിശ്വാസത്തിലുണ്ടായ അബദ്ധം തിരുത്താൻ വരികയാണ്. ഇതൊന്നും ദൈവങ്ങളല്ല. ലോകത്ത് മുഴുവനും ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതിമകളാ നിമിഷം തല കീഴായി മറിയുന്നു. എല്ലാവരും എടുത്ത് നേരക്കും കുത്തനെ ഇങ്ങനെ കടിച്ചു പറയുന്നത്. ഇതെന്താ? ഇതൊന്നും ശരിയായ ദൈവങ്ങളല്ല. ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയ തെറ്റായ സങ്കല്പങ്ങളാണ്. അതിനെ തിരുത്തി ദാലികുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാ ഹുവ ഖാലിഖു കുല്ലി ശൈഇൻ ഫഅ്ബുദൂഹ്. എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന അല്ലാഹു അവനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പരിചയപ്പെടുത്താനാണ് മുത്തുനബി വരുന്നത് എന്ന സൂചന ആ ജന്മദിനത്തിൽ അല്ലാഹു നൽകിയിട്ടുണ്ട്. ശരിയായ തൗഹീദിന്റെ പ്രബോധനത്തിനാണ് അവിടുന്ന് വരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാധാരണമായ ആ പ്രസവം ആ സമയത്ത് സാധാരണ കുട്ടികളെ പോലെയല്ല. ശരീരത്തിൽ ഒരു മാലിന്യവും ഉണ്ടായിരുന്നില്ല. പൊക്കിൾ കൊടി ഭംഗിയായി മുറിക്കപ്പെട്ട വിധത്തിലാണ്, ചേലാകർമ്മം ചെയ്യപ്പെട്ട തരത്തിലാണ്. അതേ അവിടത്തെ കണ്ണിന് സുർമൈതപ്പെട്ട വിധത്തിൽ, സുഗന്ധം പൂശപ്പെട്ട വിധത്തിൽ, മുട്ടുംകാലിൽ ഊന്നി നിന്ന് കൈകൾ രണ്ടും ആകാശത്തേക്ക് ഉയർത്തി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമുണ്ടായത്. മുതൽക്ക് തന്നെ ഒരുപാട് അസാധാരണത്വം നിറഞ്ഞ ജീവിതമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ മുല കൂട്ടാന് അവരെ പതിവനുസരിച്ച്
അവര് മറ്റുള്ളവർക്ക് കൊടുക്കും. ത്വായിഫിന്റെ ഭാഗത്തുള്ള ആളുകളാണ് ഇതൊരു കുലത്തൊഴിലായി സ്വീകരിച്ചിരുന്നത്. ബനൂ സായിദ ഗോത്രക്കാരിയായ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ, ബനൂ സാദിയ, ആ സാദിയ ഗോത്രക്കാരിയായ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ, അവർക്കാണ് ഈ കുട്ടീനെ മുലയൂട്ടാൻ ഭാഗ്യം. അവര് ഭർത്താവിനോടൊപ്പം കുട്ടികളെ അന്വേഷിച്ച് പട്ടണത്തിലേക്ക് വന്നതാണ്. വരുമ്പം തന്നെ ഒരു ചവത ഒട്ടകപ്പുറത്താ പോകുന്നത്. ഇത് നടക്കണില്ല. കൂടെ വന്നവല്ല കുട്ടികൾക്ക് മുന്നിലെത്തി പൈസക്കാരെ മക്കളൊക്കെ ജോലി പോയി. കാരണം പൈസ ഉള്ളവരെ കുട്ടികളെ എടുത്തിട്ടേ കാര്യമുള്ളൂ, എന്തെങ്കിലും ചില്ലറ കിട്ടണ്ടായി. പിന്നെ ആരോ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു കുട്ടിയുടെ അനാഥയാണ്, വല്ലാതെ സമ്പത്തൊന്നും കിട്ടൂല, വന്നതല്ല നിങ്ങൾ നോക്കിയെന്നാണ്. അങ്ങനെ ഭർത്താവിനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പൊ ഈ കുട്ടീനെ കണ്ടപ്പോ ഭർത്താവിന് തോന്നി ഇതൊരു സാധാരണ കുട്ടിയല്ല, വല്ലാത്തൊരു മുഞ്ചുള്ള കുട്ടി. അപ്പൊ ഹലീമ ബീവിയോട് പറഞ്ഞു, നമ്മൾ ഇതിനെടുക്കുക, അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യും, അതുകൊണ്ട് നമ്മൾ ഇതിനെ കൊണ്ടുപോകാം. എന്നിട്ട് ഹലീമ ബീവി പറഞ്ഞു, ഹലീമ ബീവി വലിയ ഭാഗ്യമുള്ള ഒരു പെണ്ണാണ്. നബിതങ്ങൾക്ക് മുലപ്പാലൂട്ടി വളർത്തി അവസാനം നുബുവത്തിന് സാക്ഷിയായി നബിതങ്ങളിൽ വിശ്വസിച്ച് മരിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ്. അതുകൊണ്ട് നമുക്ക് ഈ ചരിത്രങ്ങളൊക്കെ കിട്ടുന്നത്. ആ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഹലീമ ബീവിക്ക് ഒരു അസുഖം ഉണ്ടെന്താ, ഒരു മുലക്ക് പാലുണ്ടാവില്ല, ഒരു മുലയിലെ പാലുണ്ട്. അത് വെച്ചിട്ടാണ് ഇപ്പൊ പണിക്ക് പോണത്, മുലൂട്ടാൻ പോണത്. അത് തന്നെ ഒരു കുട്ടി കുടിക്കാനുണ്ട്, ലംറത്ത് എന്ന് അതിന്റെ പേര്. ലംറത്ത് എന്ന് പറഞ്ഞാൽ പദത്തിന്റെ അർത്ഥം മെലിഞ്ഞോൻ എന്നാണ്, വേണ്ട പോലെ പാലിട്ടാൻ. അപ്പൊ ആ കുട്ടീനെ മുല കൂട്ടുന്നതിന്റെ ഇടയിലാണ് ഇപ്പൊ ഒന്നിനോട് ഏറ്റെടുക്കുന്നത്. ഈ കുട്ടീനെ കണ്ടപ്പോ കണ്ണഞ്ചി പോയി. ആ കുട്ടിക്ക് പെട്ടെന്ന് മുല കൊടുത്തു. ഓർമ്മയില്ലാതെ കൊടുത്തത് പാലില്ലാത്ത മുലയാണ്. പക്ഷെ ആ നിമിഷം മുതൽ അതാ ആ മുലയിൽ പാല് ചുരത്താൻ തുടങ്ങി. പണ്ഡിതന്മാര് പറയുന്നത് ഇത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അള്ളാഹു കാത്തുവെച്ചതായിരുന്നു. ആ സമയത്ത് ഇപ്പം അതിൽ പാലുന്നു, പിന്നെ മറ്റേ സ്ഥലത്തിലും പാലുന്നു. ബർക്കത്ത് അവിടുന്ന് തുടങ്ങിയാണ്. പിന്നെ മഹദി പറയാണ്, ഞങ്ങൾ ആ ഒട്ടകത്തിന്റെ പുറത്ത് കയറി. ഒട്ടകത്തിന് എന്താ സ്പീഡ്, എങ്ങനെ സ്പീഡില്ലാതിരിക്കും? റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുതുകിലിരുത്തി യാത്ര പോകാൻ അവസരം ലഭിച്ചാൽ എങ്ങനെയാണ് ഒട്ടകത്തിന് ആവേശമില്ലാതിരിക്കുക? നേരത്തെ പുറപ്പെട്ട ഒട്ടകങ്ങളൊക്കെ മറികടന്ന് മുന്നിലെത്തിയപ്പോ മറ്റൊരു ചോദിക്കാം, എന്താ എന്റെ ഒട്ടകത്തിന് പറ്റിയ ആമിന? ആമിന ബീവി നേരത്തെ നാട്ടിലെത്തി, മറ്റവരൊക്കെ പിന്നെ വരും. നാട്ടിലെത്തി നോക്കുമ്പോ വരൾച്ചയുടെ കാല. ഇവരെ പറമ്പ് മാത്രം പച്ച, പാലില്ലാത്ത ആടുകൾക്കൊക്കെ നിറഞ്ഞ പാല്. പിന്നെ അള്ളാന്റെ റഹ്മത്ത് കൊണ്ടൊരു കഴിവ്, വല്ലാത്ത സന്തോഷം. 2 വയസ്സായി. ഇടക്കിടക്ക് ആമിന ബീവി അബ്ദുൽ മുത്തലിബ് തങ്ങളോടൊപ്പം വന്ന് കുഞ്ഞിനെ കണ്ടുപോകും. 2 വയസ്സ് വരെ മുലയൂട്ടണമെന്നതാണ് വാഗ്ദാനം. അത് കഴിഞ്ഞ് തിരിച്ചു കൊടുക്കണമല്ലോ, മനസ്സ് വരുന്നില്ല. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കണം, മനമില്ല. മനസ്സോടെ അവര് മദീനയിലേക്ക് മക്കയിലേക്ക് കുട്ടിനെയുമായി വന്നു. പക്ഷെ ആ സമയത്ത് മക്കയിൽ പ്ലേഗ് രോഗം പടർന്നു പിടിച്ച പകർച്ചവ്യാധിയുള്ള സമയം. അപ്പൊ ആമിന ബീവി റളിയല്ലാഹു അൻഹ ഈ കുഞ്ഞിനെ ഏറ്റുവാങ്ങാൻ നിൽക്കുമ്പോ ഹലീമ ബീവി തന്ത്രപൂർവ്വം ചോദിച്ചു, ഇവിടെ ഇപ്പൊ എല്ലാവർക്കും അസുഖമാണല്ലോ, നമ്മൾ ഈ കുട്ടീനെ ഈ സമയത്ത് ഇവിടെ താമസിപ്പിക്കുന്ന ബുദ്ധിയാണോ? ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം, ഈ രോഗമൊക്കെ ഒന്ന് വിട്ടൊഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അപ്പൊ കുടുംബക്കാരുമായിട്ട് ആലോചിച്ചപ്പോ എന്ത് ചെയ്തു, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ഹലീമ ബീവിക്ക് പിന്നെ ഭാഗ്യം കിട്ടുകയാണ്. വീണ്ടും തോയിഫിന്റെ ഭാഗത്തേക്ക് കുട്ടിനേറ്റ് വരുന്നു. 2 കൊല്ലവും കൂടി അവിടെ വളർന്നു. അവിടുന്നാണ് ഗ്രാമീണ അന്തരീക്ഷത്തിൽ ശുദ്ധമായ അറബി ഭാഷ പഠിക്കുന്നു, മറ്റുള്ള കളികളൊക്കെ അവിടുന്ന് കളിക്കുന്നു. ലംറത്തിന്റെ കൂടെ ഇങ്ങനെ കടിച്ചു നടക്കുമ്പോഴാണ് ആ സംഭവം ഉണ്ടാകുന്നത്. ശുഭവസ്ത്രധാരികളായ 2 പേര് വന്ന് നബിതങ്ങളെ പിടിച്ച് നെഞ്ചു പിളർത്തി ഒരു സാധനം എടുത്ത് പുറത്തിട്ട് രണ്ടാമത് അത് കൂട്ടിച്ചേർത്ത് വിടുന്നു. ഇത് കണ്ട് ലംറത്ത് പേടിച്ചോടുന്നു. ഹലീമ റളിയല്ലാഹു വരുമ്പോ ഇത് കാണുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അസാധാരണ കുട്ടിയാണ് എന്നുള്ളത് അനുഭവത്തിലൂടെ അറിഞ്ഞതുകൊണ്ട് തന്നെ മഹദി തീരുമാനിച്ചു, ഇനി നമ്മൾ ഈ കുട്ടീനെയായിട്ട് നടന്നാൽ ചിലപ്പോൾ ഈ കുട്ടീനെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കിട്ടാതെ വരും. അതുകൊണ്ട് ഇനി എത്രയും പെട്ടെന്ന് കുട്ടീനെ തിരിച്ചു കൊടുക്കലാ നല്ലത്. ഇതൊരു സാധാരണ കുട്ടിയല്ല. നിബിതങ്ങൾക്ക് 3-4 തവണ ഇതുപോലെ ഓപ്പറേഷൻ നടന്നിട്ടുണ്ട് എന്ന് കാണാം. സ്വഹീഹുൽ ബുഖാരിയിൽ നിബിതങ്ങളെ ഇസ്രാ മിഅ്റാജിനൊക്കെ വിശദീകരിക്കണ അധ്യായത്തിൽ
അതിന്റെ വ്യാഖ്യാനത്തിൽ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു അസ്കലാനി റഹിമഹുല്ലാഹ് അത് പറയുന്നുണ്ട്, ഖാദിയാദ് വിശദീകരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഓപ്പറേഷനാണ് ഇത്. ഇതെന്തിനാ? കുട്ടിക്കാലം മുതൽക്കേ സാധാരണ മാനുഷികമായി ഉണ്ടാകുന്ന വൈകല്യങ്ങളിൽ നിന്നൊക്കെ നബിതങ്ങളെ രക്ഷിക്കാനാണ്. നബിതങ്ങളെ കുട്ടിക്കാലത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം ആർക്കും പറയാനില്ല. നമ്മളൊക്കെ നമ്മളോട് ഭയങ്കര കുരുത്തകടാന്നറിയില്ല. അങ്ങനത്തെ ഒരു കുരുത്തകടോ എന്തെങ്കിലും ഒരു നിലവിളിയോ എന്തെങ്കിലും ഒരു സാധനത്തിന് വേണ്ടി ചോദിക്കലോ വേറൊരുത്തന്റെ കൈ കണ്ട അത് കിട്ടണം എന്ന് പറയാലോ ഇങ്ങനത്തെ യാതൊരു ദുർവാശിയും കുട്ടിയാകാലത്ത് പോലും നബിതങ്ങളിൽ നിന്നുണ്ടായിട്ടില്ല. ആ വിശുദ്ധി നബിതങ്ങൾക്ക് കൊടുക്കാനാണ് അല്ലാഹു തആല ഇത് ഒരു ശുദ്ധീകരണം. ഇതിന് അങ്ങനെ ചെയ്തൊന്നുമില്ല, അത് അല്ലാഹ് പലതും ചെയ്യും. അങ്ങനെ ചെയ്താണ് ആ ശുദ്ധീകരണത്തിന്റെ. മറ്റൊന്ന് പിന്നെ നബിതങ്ങൾക്ക് ഉണ്ടായത് അവിടത്തെ 40-ാം വയസ്സിലാണ്. അതെല്ലാ നബിമാർക്കും ഉണ്ടാകുന്നതാണ് പറയുന്നത്. മലക്കുകളെ കാണാനും ഉൾക്കൊള്ളാനും ഒക്കെ പറ്റിയ ഒരു മാനസിക പ്രകൃതിയിലേക്ക് അവരെ മാറ്റുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ശസ്ത്രക്രിയയാണ് അന്നുണ്ടായ നെഞ്ച് ഓപ്പറേഷൻ. മൂന്നാമത്തെ മറ്റൊന്ന് മിഅ്റാജിന്റെ രാത്രിയാണ്. അത് വാനലോകത്തേക്ക് പോകണം. നമ്മൾ ഭൂമിയുടെ പരിധി വിട്ടു പോകണമെങ്കിൽ സാധാരണ മനുഷ്യ പ്രകൃതി മതിയാവും. അതിന് പ്രവാചകരുടെ ശാരീരികാവസ്ഥ പാകപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇമാം ബുഖാരി അടക്കം റിപ്പോർട്ട് ചെയ്ത ആ സംഭവത്തിലുള്ള ശസ്ത്രക്രിയ നടന്നത്. ഇങ്ങനെ അസാധാരണമായ പല പ്രവർത്തനങ്ങൾക്കും നബിതങ്ങളെ ശരീരത്തെ അല്ലാഹ് പാകപ്പെടുത്തിയത് ചരിത്രത്തിലുള്ളതാണ്. അങ്ങനെ ഹലീമ റളിയല്ലാഹു അൻഹ 4 വയസ്സുള്ള കുട്ടിയെയും കൂട്ടി മക്കയിലേക്ക് വരികയാണ്. മക്കയുടെ അതിർത്തിയിലെത്തിയപ്പോൾ അതാ അവിടെ നിന്ന് ഇങ്ങനെ അശരീരിയുടെ അനൗൺസ്മെന്റ് കേൾക്കുന്നു. ആളെ കാണുന്നില്ല. മക്ക നഗരമേ, നിനക്ക് സ്വാഗതം. ഇതാ പ്രവാചകർ നിന്നിലേക്ക് കടന്നു വരുന്നു. സൗന്ദര്യത്തിന്റെ നിറകുടം വരുന്നു, പ്രകാശം വരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ആനയിച്ചു കൊണ്ടാണ് മാതിരിയുള്ള അനൗൺസ്മെന്റ്. ഹലീമ റളിയല്ലാഹു അൻഹ ചുറ്റും നോക്കി, ഭർത്താവ് കൂടെ ഉണ്ട്, ആരും കാണുന്നില്ല. ആകെ പേടിയായി. അങ്ങനെ ഉടുത്ത തുണിയൊന്ന് മുറുക്കി കൊടുക്കാൻ വേണ്ടി കുഞ്ഞിനെ ഒന്ന് നിലത്ത് വെച്ച് പെട്ടെന്നൊരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ അശ്റഫുൽ ഇസ്ലാം തങ്ങളെന്ന 4 വയസ്സുകാരനെ കാണാതെയായി. ആകെ പരിഭ്രമിച്ചു, ചുറ്റും പരതി. അവസാനം ആമിന ബീവി റളിയല്ലാഹു അൻഹ നിലവിളിച്ചു, കരഞ്ഞു, എന്റെ കുഞ്ഞിനെ കാണുന്നില്ല. ശബ്ദം കേട്ട് മക്കക്കാരൊക്കെ ഓടിക്കൂടി. എല്ലാവരും തെരഞ്ഞു, എവിടെയും കാണുന്നില്ല. അവസാനം അബ്ദുൽ മുത്തലിബ് തങ്ങൾ ആ വിവരം കേട്ട് വന്ന് വല്ലാതെ കരഞ്ഞു. ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു, എവിടെ നോക്കിയിട്ടും കുട്ടിനെ മാത്രം കാണുന്നില്ല. അവസാനം അബ്ദുൽ മുത്തലിബ് തങ്ങൾ കാബയുടെ കില്ല പിടിച്ചിങ്ങനെ കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. ആ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോഴാ ഒരൊട്ടകപ്പുറത്ത് മുന്നിൽ തന്നെ 4 വയസ്സുകാരനായ തന്റെ പേരക്കുട്ടി ഇരുന്ന് വെല്ലിപ്പാൻ നോക്കി ഇങ്ങനെ ചിരിക്കുന്നു. നേരെ പിന്നിൽ ആരാളുള്ള കാര്യങ്ങള്? സാക്ഷാൽ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, മൂപ്പരാണ് ബാക്ക് സീറ്റ്. അയാള് പറഞ്ഞു, നിങ്ങളെ മോൻ വല്ലാത്ത കുട്ടിയാട്ടം, ഇവനെ ഒരു അത്ഭുത കുട്ടിയാണ്. ആര് പറയാ? അബൂജഹൽ. അല്ലാഹു തആല എല്ലാവർക്കും നബിതങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അബൂജഹലിനൊക്കെ അറിയാം ഇതാരല്ല, ഇതൊരു സാധാരണ മനുഷ്യനല്ല. കുട്ടിക്കാലത്ത് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അല്ലാഹു തആല. പിന്നെ മൂപ്പർക്കൊക്കെ ഉണ്ടായ പ്രശ്നം എന്താ? മൂപ്പരോട് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത്, സംഗതി അങ്ങനൊക്കെ ആണെങ്കിലും ബനു ഹാഷിംകാരി നമ്മളെ മേലാവൂലെന്ന്. തറവാട്. പിന്നെ മൂപ്പര് പറഞ്ഞതാ, അള്ളാഹ് അങ്ങനെ ഒരു നബിനാക്കാണ്ട് ഞാൻ പെടല്ലേ. അങ്ങനെയുണ്ടല്ലോ ചില ആൾക്ക് അഹങ്കാരം കയറിയാൽ ബാക്കിയുള്ളതൊന്നും ഉണ്ടാവില്ല, അംഗീകരിക്കാൻ പറ്റാത്തൊരു സ്വഭാവം. അങ്ങനത്തെ കുറേ നമുക്ക് തന്നെ അറിയാം, ഇങ്ങനെ പരിസരത്തൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർ. എത്ര ബോധ്യപ്പെട്ടാലും അവർക്ക് ഇങ്ങനെ അഹങ്കാരം കൊണ്ട് അവരെ കൽബിലേക്ക് ഈമാൻ കടത്താം. അങ്ങനെ ഇയാൾ തന്നെ പറയാണ്, ഇതൊരു സാധാരണ കുട്ടിയല്ല, എന്താ ഉണ്ടായെന്ന് വെച്ചാൽ. അപ്പം പറഞ്ഞു, ഞാൻ എൻ്റെ ആടുകളെ മലഞ്ചെരുവിൽ വിടാൻ വേണ്ടി കൊണ്ടുപോയത്. അപ്പൊ ഒരു മലയിടുക്കലുണ്ട്, ഇവനിങ്ങനെ ഇരിക്കണം. നിങ്ങളതിന്റെ രംഗം പറയുന്നുണ്ട്, കാതൽ ജൂബും അയ്യ പുത്തുലനി, എന്നെ കാണാതായ ദിവസം വിശപ്പ് എന്നെ കൊല്ലുമോ എന്ന് ഞാൻ പേടിച്ചു പോയി. അത്രയും കഷ്ടപ്പെട്ടിട്ട്. അപ്പൊ ഞാൻ ഈ കുട്ടീനെ എടുത്തിട്ട് എന്റെ ഒട്ടകത്തിന്റെ ബാക്കിലെത്തി ഞാൻ മുന്നിലിരുന്നു. പഠിച്ച പണി മുഴുവൻ ഉപയോഗിച്ച് ഒട്ടകത്തെ ഓട്ടാൻ നോക്കിയിട്ട് അനങ്ങാൻ കൂട്ടാൻ.
അവസാനം അന്നഹ തഖൂൽ, ആ ഒട്ടകം പറയുന്നത് പോലെ ഞാൻ അങ്ങനെ കേട്ടു, യാ അഹ്മഖ്, ഓ വിഡ്ഢി, ഹുവ സയ്യിദ്, ഇതാണ് നേതാവ്. നേതാവിനെ പിന്നിലിരുത്തി അനുയായി ആവേണ്ട നീ എങ്ങനെ മുന്നിലിരിക്കാന്ന് ചോദിച്ചത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കുട്ടീനെ മുന്നിലിരുത്തി ഞാൻ ബാക്കി അതാ ഒട്ടകം പോണം. നേരെ വന്ന് നിങ്ങൾ എന്ത് നിൽക്കുകയാണ്. ഇതാണ് ഉണ്ടായത്. ഈ സംഭവമാണത്രേ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വവജദക ളാല്ലം ഫഹദാ. നബിയെ അവിടുന്ന് വഴി തെറ്റിയതായി അള്ളാഹു എത്തിച്ചപ്പോൾ വല്യാപ്പയുടെ ചാരത്തേക്ക് അള്ളാഹു അങ്ങേ വഴി കാണിച്ചു തന്നില്ലേ. ഈ കുട്ടിക്കാലത്ത് എന്ന സംഭവം വദ്ദുഹാ വല്ലൈലിലുള്ള സൂറത്തിലൊക്കെ നബിതങ്ങളെ കുട്ടിക്കാലത്തെ ചരിത്രങ്ങളാണ് പറയുന്നത്. അതിൽപ്പെട്ടതാണ് നബിതങ്ങൾ വഴി തെറ്റിപ്പോയപ്പോൾ. ഇത് അക്ഷരാർത്ഥത്തിൽ വഴി തെറ്റിയതാണ്, അല്ലാതെ വഹാബിയുടെ അർത്ഥം വെക്കണായിരിക്കും വഴി പഴച്ചു പോയാണ്. അങ്ങനൊക്കെ അള്ള കൊണ്ടുവന്ന നബി വഴി പഴച്ചു പോയത്. എന്നിട്ട് അള്ളാഹു തആല പിന്നെ ഹിദായത്തിലാക്കിയതാണ്. ഇങ്ങനെ ഒരു അർത്ഥം വെക്കാൻ ആയത്തിന് ഈമാനുള്ളവന് പറ്റും. ഇത് മക്കയിലേക്ക് ഒരു വഴിയില്ല. അവിടുന്ന് അള്ളാഹു തആല വല്യപ്പന്റെ അടുത്ത് എത്തിച്ചു കൊടുത്തു. തഫ്സീർ ഖുർത്തുബി, റാസി അതിലൊക്കെ ഇത് വിശദീകരിച്ചത് കാണാം. ഈ ആയത്തിന്റെ വ്യാഖ്യാനം മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇത് ഏതുപോലെയാണ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്താൻ അള്ളാഹു ആരെ ചുമതലപ്പെടുത്തിയത്? പിന്നീട് ഏറ്റവും വലിയ ശത്രുവായ ഫറോവയെ. അതിന് സമാനമായ സംഭവമാണ്. നബിതങ്ങളെ രക്ഷപ്പെടുത്താൻ പിന്നീട് നബിന്റെ മുഖ്യ ശത്രുവായ അബൂജഹലിനെ അള്ളാഹു ചുമതലപ്പെടുത്തി. അതെന്തിനാ? അവർക്ക് കാര്യം ബോധ്യപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ്. അവർക്ക് അവസരം കൊടുത്തിട്ട്, അവസരം കൊടുക്കാതെ ആരും അള്ളാഹു തആല അഹങ്കാരം കൊണ്ടാണ് പഴിച്ചവരൊക്കെ പഴിച്ചുപോയി. നബിതങ്ങളുടെ നുബുവത്ത് ബോധ്യപ്പെടാൻ ആവശ്യമായ എല്ലാ തെളിവുകളും ആ കാലത്തെ ജനതക്കെന്ന് മാത്രമല്ല മുൻഗാമികൾക്കടക്കം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അഹങ്കാരം കൊണ്ടാണ് ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ ഇസ്ലാമിലേക്ക് തിരിച്ചു വരാത്തത്. ഞങ്ങളുടെ പ്രവാചകന്മാരുടെ പരിപൂർത്തീകരണമാണ് മുത്തുനബി നടത്തിയത് എന്നത് അവരെ വേദപുസ്തകത്തിലൊക്കെ ഉള്ളതാണ്. പക്ഷെ അത് അംഗീകരിക്കാൻ അഹങ്കാരം അനുവദിക്കുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിധത്തിൽ ചെറുപ്പം മുതൽക്ക് എല്ലാറ്റിലും അസാധാരണത്വം പറഞ്ഞ ആളാ. ഒരു സാധാരണ മനുഷ്യനെന്ന് പ്രവാചകരെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ അവിടത്തെ റിസാലത്ത് അംഗീകരിക്കുന്നവരാവൂല. 8ാം വയസ്സിലാണല്ലോ വല്യപ്പ മരിച്ചു. ഞാൻ അവസാനിപ്പിക്കാം. 8ാം വയസ്സിൽ വല്യപ്പ മരിച്ചു. വല്യപ്പ മരിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾക്ക് വല്യപ്പ കൊടുത്തൊരു പദവി പറയുന്നത് കുട്ടികളൊക്കെ പറയും. നബിതങ്ങളോട് കുട്ടിയായ സമയത്ത് വല്യപ്പ ഇരിക്കണ കസേരമേൽ ഇരിക്കരുത് എന്ന് പറയും മക്കളൊക്കെ. പിന്നെ ആ സമയത്ത് വല്യപ്പ പറയും, നിങ്ങൾ ഓനെ വിട്ടേക്ക്, ഞാൻ അവനിൽ ചില ഭാവിയൊക്കെ കാണുന്നുണ്ട്, ഓൻ കയറിയിരുന്നോട്ടെ എന്ന്. അവരുടെ മക്കൾ പോലും എന്ത് ചെയ്യൂല. അബ്ദുൽ മുത്തലിബിന് കാബന്റെ മുറ്റത്തൊരു വലിയ കസേര, ആ കസേരമേ വേറെ ആരും ഇരിക്കൂല, അത് തൊടൂല, അതിങ്ങനെ അടങ്ങനെ കസേര തന്നെ ബഹുമാനിച്ചു വെക്കണ കാലാണ്. ആ കസേരമേ കയറി ആരിയിരിക്കും? മുത്തുനബി എന്നിരിക്കുമ്പോൾ അബ്ദുൽ മുത്തലിബ് തങ്ങൾ പറയും, കുട്ടി നിങ്ങൾ തടയണ്ട, ഈ കുട്ടിക്ക് ചില ഭാവിയിൽ വലിയ സംഗതി വരാൻ പോകുന്നുണ്ട്. വല്യപ്പ മനസ്സിലാക്കിയിട്ടുണ്ട്. വല്യപ്പ എപ്പോഴും കൂടെ കൊണ്ടു നടക്കും. എന്ത് ഭക്ഷണം കിട്ടിയാലും ഈ കുട്ടിക്ക് കൊടുക്കും. ഇത് അല്ലാഹു തആല കൊടുത്തൊരു സംരക്ഷണമാണ്. നബിയെ അവിടുന്ന് അനാഥനായി അള്ളാഹു എത്തിച്ചപ്പോൾ ആദ്യം വല്യപ്പയിലൂടെയും പിന്നെ മൂത്താപ്പയിലൂടെയും അള്ളാഹു അവിടത്തേക്ക് സംരക്ഷണം നൽകിയില്ലേ. വല്യപ്പ സ്വന്തം വാപ്പ കൊടുക്കുന്നതിനേക്കാൾ സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. 8ാം വയസ്സിൽ വഫാത്ത് അടുത്ത സമയത്ത് അബൂ ത്വാലിബിനെ വിളിച്ചു. അബൂ ത്വാലിബിന്റെ ഉമ്മയും നബിതങ്ങളെ വാപ്പ അബ്ദുള്ള തങ്ങളെ ഉമ്മയും ഒന്നായി. ബാക്കിയൊക്കെ മക്കൾ ഉമ്മമാര് രണ്ടായി. അതുകൊണ്ട് തന്നെ ഒരേ ഉമ്മയിലുള്ള മക്കളും ഒരേ വാപ്പന്റെ മക്കളാകുമ്പോൾ ഒരു കൂടുതൽ സ്നേഹം ഉണ്ടാവുമല്ലോ എന്ന് കരുതി അബ്ദുൽ മുത്തലിബ് തങ്ങൾ 20ാം വയസ്സിൽ മരിക്കുമ്പോൾ മകനായ അബൂ ത്വാലിബിനെ വിളിച്ചു പറഞ്ഞു, മരണം വരെ ഇവനെ നീ സംരക്ഷിക്കണം, ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ. അങ്ങനെ ഏറ്റെടുത്തതാണ് അബൂ ത്വാലിബ്. പരസ്യമായി ഇസ്ലാമിലേക്ക് വരാൻ പിന്നീട് അബൂ ത്വാലിബ് തയ്യാറായില്ലെങ്കിലും മരണം വരെ വാപ്പന്റെ വസിയത്ത് നടപ്പാക്കാനായിരുന്നു അബൂ ത്വാലിബ് തയ്യാറായി. ആ അബൂ ത്വാലിബ് പറഞ്ഞത് കാണാം. കുട്ടിക്കാലത്ത് 8 വയസ്സ് ഒക്കെ ഉള്ള സമയത്താണ് കുപ്പായം കഴിക്കൂല. കുപ്പായം കഴിച്ചാലോ കണ്ടു നിൽക്കാൻ കഴിയില്ല. അബൂ ത്വാലിബ് ഒരിക്കൽ കടക്കാൻ നേരത്ത് കുപ്പായം കഴിച്ചിട്ട് കടന്നാണ്.
കുപ്പാൻ കഴിക്കാൻ കൂട്ടാക്കാൻ ഇത് മുമ്പ് കഴിപ്പിച്ച സമയത്ത് നിബിതങ്ങളെ ശരീരത്തിന്റെ പ്രകാശം കണ്ട് ഇയാൾ ബോധപ്പെട്ടു. അങ്ങനെ കുട്ടിക്കാലം അദ്ദേഹം പറയാണ്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊന്നും പതിവില്ലാത്ത ചില വാക്കുകൾ ഉച്ചരിക്കും. ബിസ്മില്ലാഹിൽ വാഹിദിൽ അഹദ് അങ്ങനെ പറഞ്ഞിട്ടാണ് അത്ര ഈ ചെറിയ കുട്ടിയായ സമയത്ത് അപ്പൊ നുബൂവത്ത് കിട്ടുന്നതിന് മുമ്പാ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിൽ വാഹിദിൽ അഹദ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയും. അബൂ ത്വാലിബ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ആർക്കും അന്ന് പരിചയമല്ല, ഈ കുട്ടി മാത്രം ഇങ്ങനെ ഒരു പ്രത്യേകം. ഇതെന്തുകൊണ്ടാണ് നിബിതങ്ങൾ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, അദ്ദബനി റബ്ബി ഫഅഹ്സന തദ്ദീബി, എന്റെ റബ്ബാകുന്ന അല്ലാഹുവാണ് എന്നെ മര്യാദ പഠിപ്പിച്ചത്. അവൻ എന്റെ മര്യാദ വളരെ നല്ല രീതിയിലാണ് എന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇതുകൊണ്ടാണ് അത്രേ പണ്ഡിതന്മാര് സൂചിപ്പിച്ചത് കാണാം, അവിടുത്തെ മാതാപിതാക്കളെ നേരത്തെ അള്ളാഹു കൊണ്ടുപോയത്. അപ്പൊ ജനിക്കണതിന് മുമ്പ് പോയി 6-ാം വയസ്സിൽ ഉമ്മ മദീനയിലെ തന്നെ അപവായിലാണുള്ള അന്ത്യവിശ്രമം കൊള്ളുന്നത്. അത് ഉപ്പാന്റെ ഖബർ കാണാൻ പോയി തിരിച്ചു വരുമ്പോഴാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാപ്പനി ഉമ്മനും നേരത്തെ കൊണ്ടുപോയതിനാണ്. ഒരു കുഞ്ഞിനെ ഏറ്റവും അധികം സ്വാധീനിക്കലാരായിരിക്കും? ഉമ്മയും ബാപ്പയാണ്. ഭാവിയിൽ വരാൻ പോകുന്ന മുഴുവൻ മനുഷ്യർക്കും അദബും മര്യാദയും ജീവിത മാതൃകയും കാണിച്ചു കൊടുക്കേണ്ട ഒരാൾക്ക് അദബ് പഠിപ്പിക്കാൻ പറ്റിയ ഒരു ഉമ്മയും ബാപ്പയുണ്ട് അവിടെ ഇല്ല. അത് ആരെന്നെ പഠിപ്പിക്കണം? അള്ളാഹു തന്നെ നേരിട്ട് പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ഉമ്മന്റെയും ബാപ്പന്റെയും ബന്ധം അള്ളാഹു താല നേരത്തെ തന്നെ ഒഴിവാക്കി ആ കാര്യം ഏറ്റെടുത്തതാ അള്ളാഹുവിന്റെ തെർബിയത്തിലായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വളർന്നു വലുതായത്. ഒരു സാധാരണ കുട്ടിയുടെ രീതിയിൽ എല്ലാം അള്ളാഹു താല പഠിപ്പിച്ചു. മക്കൾക്കാർക്ക് എന്ത് വിഷമുണ്ടായാലും ജനന സമയം മുതൽക്ക് ഈ അത്ഭുതം കണ്ട് പരിചയമുള്ളവര് അബൂ ത്വാലിബ് തന്നെ പറയുന്നുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ചത് കാണാം ചരിത്രപരമായി. മദീനക്കാർക്ക് വരൾച്ച ഉണ്ടായാൽ ഹബീബായ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി കഅബയുടെ മുറ്റത്ത് വെച്ച് അവിടത്തെ മുഖം മേലോട്ട് കാണിച്ചാൽ അന്ന് മഴ പെയ്യുകയാണ്. ബുഖാരിയിൽ അദ്ദേഹം പാടിയ പാട്ട് കൊടുത്തിട്ടുണ്ട്. സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരിൽ ബയ്യതി. ആ മുഖം കണ്ടാൽ മതി, അപ്പം മഴ. ഇതൊരു സാധാരണ കുട്ടിയല്ല. നിബ്സുല്ലാസങ്ങളുടെ കൂടെ ഇങ്ങനെ മയക്കാറ് സഞ്ചരിക്കും, നിബിതങ്ങൾക്ക് തണലിട്ട് കൊടുക്കും. ഇതൊക്കെ അവർ അനുഭവത്തിലൂടെ കണ്ടിട്ടുള്ളതാണ്. ആ നിബിതങ്ങളുടെ എല്ലാം അല്ലാഹു തആല മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വിളംബരപ്പെടുത്തിയതനുസരിച്ച് അങ്ങനെ തന്നെയാണ് മദീനയിലേക്ക് പിന്നെ ഹിജറ വരുന്നത്. നിബിതങ്ങൾ താമസിക്കേണ്ടത് എവിടെയെന്ന് അള്ളാഹു തീരുമാനിച്ചു. അതിനുള്ള വീട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ചു എന്നാ പറയുന്നത്. തുബ്ബതി രാജപരമ്പര എന്നൊരു പരമ്പര ഉണ്ട് യമനില്. അവരിലെ ഒരു രാജാവ് മദീനയെ ആക്രമിക്കാൻ വേണ്ടി ഒരു സൈനിക നീക്കം നടത്തിയ ചരിത്രം. ആ സമയത്ത് മദീനയിൽ അക്രമം നടത്താൻ വേണ്ടി പുറപ്പെട്ട ഉടനെ രാജാവിന് കഠിനമായ രോഗം വന്നു. കിട്ടാവുന്ന വൈദ്യന്മാരെ മുഴുവൻ വിളിച്ച് ചികിത്സിച്ചു, ഒരു മാറ്റവും. അവസാനം അവര് പറഞ്ഞു, നമുക്ക് വേദം പഠിച്ച ആരോടെങ്കിലും ചോദിച്ചു നോക്കാം, മറ്റു വല്ല ആത്മീയ കാരണങ്ങളുണ്ടോ. അങ്ങനെയാണ് ഇവര് ഒരു വേദം പഠിച്ച പണ്ഡിതനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആക്രമിക്കാൻ പോയ നാട് യസ്രിബല്ലേ, മദീനയുടെ പഴയ പേരാണ്. അവിടെയാണ് അന്ത്യപ്രവാചകര് ഹിജറ വരിക, വേദഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. ആ നാടിനെയാണ് നിങ്ങൾ ആക്രമിക്കാൻ പോയത്, അതാണ് നിങ്ങളെ രോഗത്തിന് കാരണം. അതുകൊണ്ട് നിങ്ങൾ അതിൽ തൗബ ചെയ്ത് പാശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്യണം, അതാ നിങ്ങൾ അസുഖം മാറും. രാജാവ് ഉടൻ എന്ത് ചെയ്തു? മദീനയിൽ വന്ന് ബനു നജ്ജാർ ഗോത്രക്കാരോട് സ്ഥലം വാങ്ങി അവിടെ നല്ല 2 നിലയുള്ളൊരു വീടുണ്ടാക്കി. അദ്ദേഹം മനസ്സുകൊണ്ട് തൗബ ചെയ്തു പ്രായശ്ചിത്തമായി ഈ വീടുണ്ടാക്കി. എന്നിട്ട് ചാവി ബനു നജ്ജാർ ഗോത്രക്കാര്, നിങ്ങളെ വല്യപ്പന്റെ കുടുംബക്കാരാണ്, അവരെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അന്ത്യപ്രവാചകര് ഹിജറ വരൽ ഈ നാട്ടിലാണ്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഈ വീട് അദ്ദേഹത്തിന് താമസിക്കാൻ കൊടുക്കണം. ഇനി നിങ്ങളുടെ കാലത്ത് വന്നിട്ടില്ലെങ്കിൽ പിന്നീട് നിങ്ങളുടെ തലമുറനെ നിങ്ങളിത് ഏൽപ്പിക്കണം. എപ്പോഴാ വരുന്ന അപ്പം കൊടുക്കണം. അങ്ങനെ വീടുണ്ടാക്കി കൊടുത്താണ് തുമ്പർ പോകുന്നത്. അതിനുശേഷമാണ് നിബിതങ്ങൾ ജനിക്കുന്നത്. കാലങ്ങൾ മുന്നോട്ട് പോയി. അവിടുത്തെ 53-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് ഹിജറ വരുന്നു.
റബീഉൽ അവ്വൽ 8-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഇന്നത്തെ മസ്ജിദുൽ ഖുബാ നിലകൊള്ളുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അന്നൊരു തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 8. 4 ദിവസം അവിടെ താമസിച്ചു. 5-ാം ദിവസം റബീഉൽ അവ്വൽ 12-ന് ഇന്നത്തെ മദീനയിലേക്ക് നബി തങ്ങൾ ആഭാലവൃദ്ധം ജനങ്ങളോടൊപ്പം വരിക. 700-ഓളം ആളുകൾ ഉണ്ടാകുന്ന മുസ്ലിങ്ങളായി. ഇവര് ദഫ് കൊട്ടി നേരത്തെ കുറെ മുസ്ലിങ്ങൾ എന്ന പോൽക്കൊക്കെ അഭയം കൊടുത്തവരാണ് അൻസാരികൾ. ഓരോരുത്തരുടെ വീട്ടിൽ ഓരോരുത്തർ താമസിക്കാൻ. എന്നാൽ റഹ്മത്തുല്ലിൽ ആലമീന് ആതിഥ്യം അരുളാൻ എല്ലാവരെയും മനസ്സ് വെമ്പൽ കൊള്ളുകയാണ്. അവരാവശ്യപ്പെടുന്ന നബിയെ ഇവിടെ എന്റെ വീട്ടിൽ പിടിയും വലിയ ചില ആളുകൾ അതാ അവിടുന്ന് കയറിയ ഒട്ടകത്തിന്റെ മൂക്കാറ് പിടിച്ച് വീട്ടിലേക്ക് തെളിക്കുന്നു. അപ്പൊ അവിടുന്ന് പറഞ്ഞു നിങ്ങൾ വിട്ടേക്കുക, അതിനൊക്കെ പടച്ചോന്റെ കൽപ്പന ഉണ്ട്. അത് എവിടെയാണ് മുട്ടുകുത്തുന്നത് അവിടേക്ക് ഞാൻ താമസിക്കുക. അങ്ങനെയാണ് ഈ ഒട്ടകം പോയി മുട്ടുകുത്തുന്നു. ഇന്നത്തെ മസ്ജിദുൻ നബവി നിബിതങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം തന്നെ അവിടെ അതിന്റെ മുറ്റത്ത് തന്നെ ഒന്നോണാണ് ഒരു വീട്. ആ വീടാണ് അന്ന് ദുബൈ രാജാവ് നിർമ്മിച്ച 2 നിലയുള്ള വീട്. ആ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഅബ പള്ളിയോട് ചേർന്ന് റൂമുണ്ടാക്കുന്നത് വരെ 7 മാസം താമസിച്ചത്. ഇങ്ങനെ അവിടത്തേക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വിളംബരപ്പെടുത്തി നബിതങ്ങളെ ജനങ്ങൾക്ക് അറിയാൻ ആവശ്യമായ അറിയിപ്പുകളൊക്കെ കൊടുത്ത് അങ്ങനെ കൊണ്ടുവന്ന ഒരു അസാധാരണ നബിയാണ്. ഇനി വേറെ നബി വരാനില്ല. ആ പ്രവാചകരെ അറിയേണ്ടതുപോലെ അറിയാൻ ഇത്തരം സന്ദർഭങ്ങളെ നമ്മൾ ഉപയോഗിക്കണമെന്നാണ് അള്ളാഹു അനുഗ്രഹം ചെയ്ത ദിവസങ്ങൾ വരുമ്പോൾ നിങ്ങൾ അത് ജനങ്ങളെ ഓർമ്മിപ്പിച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകരെ കൂടുതൽ അടുത്തറിയാനും അവിടത്തിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്താനും നമുക്കെല്ലാം ഈ വേദി കാരണമാക്കി തരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് തൽക്കാലം ഇന്നത്തെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണെന്ന് സത്വേലാണ് പൊതുപരിപാടി ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഇവിടൊക്കെ മൗലൂദിന്റെ പരിപാടി ഉണ്ടാവും. എല്ലാ പരിപാടിയിലും പരമാവധി നമ്മൾ പോവുക. ഓരോന്നിനും കിട്ടുന്ന അറിവുകൾ നമ്മൾ ഉൾക്കൊള്ളുക. നമ്മളെ ഈമാൻ വർദ്ധിക്കാൻ അതൊക്കെ കാരണമാകണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകണം. ഇൻഷാ അല്ലാഹ് ജുമുഅയുടെ ശേഷം ഇവിടെ തന്നെ കൂടും അല്ലേ? അപ്പോൾ ഭക്ഷണം ഇവിടെ ഉണ്ടാവും. പ്രത്യേകമായിട്ടുള്ള ദുആ ഉണ്ടാവും. നമ്മൾ ചെറിയൊരു ദുആ ചെയ്തിട്ട് നമുക്ക് പോവാം. അല്ലാഹു തആല നമ്മളെ ദുആ കബൂൽ ചെയ്യട്ടെ. ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ വന്നതിന് ചെറിയൊരു ലക്ഷ്യമുണ്ട്. ഇവിടുന്ന് പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയില്ല. പിന്നെ കളമരത്ത് നമ്മളൊരു പള്ളി മദ്രസയിൽ ഇപ്പോൾ ജുമുഅ നടക്കുകയാണ്. സ്കൂളിൻ്റെ അടുത്ത് മദ്രസ കൊണ്ട് കുട്ടികൾ പഠിക്കണം. പള്ളിക്ക് സ്ഥലം വാങ്ങി ഒരു 15 സെന്റ് 4 ലക്ഷം റുപ്യ വരും. 60 ലക്ഷം റുപ്യാണ്. ഞങ്ങൾ 52 കുടുംബങ്ങളാണ് നമ്മളെ മഹല്ലിൽ നമ്മളെ ആൾക്കാർ. ഇപ്പോഴുണ്ട് നമ്മളെ മുർഷിദൊക്കെ നിങ്ങളുടെ മഹലാണ്. അപ്പോൾ ഞങ്ങൾ ആ കുടുംബങ്ങളെ കൂട്ടി നമ്മളെ സ്കൂളിൽ യോഗം ചേർന്നു. അൽഹംദുലില്ലാഹ് 30 ലക്ഷം റുപ്യ ഞങ്ങൾ തന്നെ നമുക്ക് പരമാവധി ചെയ്യാൻ പറ്റണം. എല്ലാവരും കൂടി 10 ആൾ എന്തെങ്കിലും എടുക്കാൻ പറ്റുള്ളൂ. മുർഷിദെത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങളൊരു 30 ലക്ഷം റുപ്യ അൽഹംദുലില്ലാഹ് ഉണ്ടാക്കി. അതിന് 20 ലക്ഷം കഴിഞ്ഞ ആഴ്ച കൊടുത്തു. ഞാൻ അടുത്ത 25-ാം തീയതി 60 കൊടുക്കണം. അത് പല ആളുകളും അതിന് തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെങ്കിലും വീട്ടണം. നമ്മളിപ്പോൾ ചോദിക്കേണ്ട പിന്നെ സന്ദർഭ സാഹചര്യമല്ല. പക്ഷേ 25-ാം തീയതി ഇവിടെ അടുത്തായതുകൊണ്ടുള്ള ബേജാറ് കൊണ്ടാണ്. ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റിയവരുണ്ടെങ്കിൽ ചെറിയ സംഖ്യ ദുആ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ തന്നാൽ സന്തോഷമാണ്. അത്ര വേണം എന്നൊന്നും പറയും. നിങ്ങളൊന്നും സാഹചര്യം അറിയില്ല. മുത്തുനബിന്റെ മധു പറഞ്ഞ മജ്ലിസാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മളൊക്കെ കടങ്ങളൊക്കെ വീട്ടി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا الحج سيدنا الرحمن. ഞങ്ങളെ നേതാവ് നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചൊല്ലിയ മജ്ലിസാണ്. അവിടുത്തെ ജീവിതം പരിചയപ്പെടുത്തിയ, അവിടുത്തെ വിശ്വാസത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയ സദസ്സാണ്. നിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന മജ്ലിസായി നീ സദസ്സ് കബൂലാക്കണേ.
മുത്തുനബിയുടെ ശ്രദ്ധയിൽപ്പെടുന്ന മജ്‌ലിസായി നീ സ്വീകരിക്കണേ അല്ലാഹ്. അവിടുത്തെ മഖാമിനോട് അനുയോജ്യമല്ലാത്ത വല്ല വാക്കോ ചിന്തയോ ഞങ്ങളെ മനസ്സിൽ വന്നുപോയെങ്കിൽ നീ ഞങ്ങൾക്ക് പൊറുക്കണേ ആമീൻ. നീ ഇഷ്ടപ്പെടാത്ത ഒരുപാട് വേദികളിൽ വിലപ്പെട്ട സമയങ്ങൾ നശിപ്പിച്ചവരാണ്. ഈ നല്ല സമയത്തിന്റെ ബർക്കത്ത് കൊണ്ടതൊക്കെ നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണേ റഹ്മാനേ. വെള്ളിയാഴ്ച ദിവസത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. നിങ്ങളെ സ്വലാത്ത് നിബിതങ്ങളെ ശ്രദ്ധയിൽ നീ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിലുടനീളം സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളെയും നീ മാപ്പാക്കി തരണേ റഹ്മാനേ. ഞങ്ങളെ കൽബ് നീ ശുദ്ധിയാക്കണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികൾ, ഞങ്ങളെ സാധാരണക്കാരിൽ സാധാരണക്കാരായ സഹപ്രവർത്തകന്മാര്, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്നവര്, ഞങ്ങളെ എല്ലാവരുടെയും സർവ്വദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും മനസ്സ് ശുദ്ധീകരിക്കണേ ആമീൻ. സൽസ്വഭാവികളാക്കണേ അല്ലാഹ്. ഒരാളോടും വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, അസൂയയില്ലാത്ത വിശാലമായ ഹൃദയം തരണേ അല്ലാഹ്. ആമീൻ. യാ റബ്ബ് യാ അല്ലാഹ്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവർ ഞങ്ങളുടെ ബന്ധുക്കൾ, പലരും പലതരത്തിലുള്ള രോഗികളാണ്. ഞങ്ങൾ ഉസ്താദുമാര്, ശിഷ്യന്മാര്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവര്, എല്ലാവരുടെ സർവ്വ രോഗങ്ങളും നീ ശിഫയാക്കണേ ആമീൻ. ശാരീരികവും മാനസികവും പൈശാചികവുമായ അസുഖങ്ങളെ ശിഫയാക്കണേ ആമീൻ. ഒരു സഹോദരൻ അപസ്മാരം കൊണ്ട് ബുദ്ധിമുട്ടുന്നതായി ഇവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നീ പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാഹ്. ശരീരത്തിന്റെ പല ഭാഗവും തളർന്നു പോയവർ, മസ്തിഷ്കത്തിൽ രക്തം കട്ടപിടിച്ച് ശരീരം തന്നെ തളർന്നു കിടക്കുന്നവരുണ്ട്. നീ എഴുന്നേറ്റ് നടക്കാനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും സൗഭാഗ്യം ചെയ്യണേ റഹ്മാനേ. ക്യാൻസർ, എയ്ഡ്സ് പോലുള്ള രോഗം പിടിപെട്ടവർ, കിഡ്നി രോഗം ബാധിച്ചവർ, എല്ലാവർക്കും നീ ശിഫ തരണേ. വയറിന് അർശസിന്റെ അസുഖമുള്ളവർ, മൂത്രവാർച്ച കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, വിവിധ കെണിപ്പുകളിൽ വേദനയുള്ളവർ, ആമാശയത്തിന് അസുഖം ബാധിച്ചവർ, കിഡ്നിയിലും മൂത്രാശയത്തിലും കല്ല് വന്നവര്, നീ പൂർണ്ണ ശിഫ തരണേ റഹ്മാനേ. വിവിധ ഭാഗങ്ങളിൽ ചൊറി ബാധിച്ചവർ, അലർജിയുടെ അസുഖമുള്ളവര്, മറ്റ് ചർമ്മരോഗമുള്ളവര്, എല്ലാവർക്കും നീ സുഖം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാര്, സഹോദരിമാര്, ഉമ്മമാരുടെ ആരോഗ്യം വർദ്ധിപ്പിക്കണേ റഹ്മാനേ. കടന്നു കളയുന്ന രോഗം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കണേ. ചലനമറ്റ ശരീരം നാട്ടിലേക്ക് അയക്കപ്പെടുന്ന ദുർഗതി ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. അപകട മരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കണേ റബ്ബേ. ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് പ്രിയപ്പെട്ട പ്രവാസികൾ. കാലങ്ങളേറെയായെങ്കിലും ഒരു വീട് സ്വപ്നമായി തുടരുന്നവർ പലരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഹൈറായ ഭൂമി നൽകണേ റഹ്മാനേ. അതിൽ നല്ല വീട് നൽകണേ അല്ലാഹ്. പണി തുടങ്ങിയവർക്ക് എളുപ്പം പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനേ. കടമുള്ളവർക്ക് നീ ഏറ്റെടുത്ത് വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഇവിടെ താമസിക്കുന്ന ഓരോ സമയവും ദിവസവും വിലപ്പെട്ടതാണ്. അത് ജോലിയില്ലാതെ വെറുതെ ആയിപ്പോയാൽ ആയുസ് തീരുക മാത്രമല്ല, അവരുടെ ഇഖാമ, അവരുടെ വിസയുടെ കാലാവധിയൊക്കെ വെറുതെ ചെതലരിച്ചു പോകുകയാണ്. എല്ലാവർക്കും നീ ഹൈറായ ജോലി നൽകണേ ആമീൻ. നല്ല ജോലിയുള്ളവർക്ക് അത് നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. കച്ചവടമുള്ളവർ, ബിസിനസ് ഉള്ളവർ, മറ്റ് സംരംഭങ്ങളുള്ളവരൊക്കെ ബറക്കത്ത് ഏറ്റി കൊടുക്കണേ റഹ്മാനേ. പലരും കടം കൊടുത്തതും ബിസിനസ്സിന് കൊടുത്തതും ഒക്കെ തിരിച്ചു കിട്ടാതെ കുടുങ്ങി കിടക്കുന്നവരുണ്ട്. നീ അതൊക്കെ തിരിച്ചു കൊടുക്കണേ റഹ്മാനേ. വാങ്ങിയവർക്ക് കൊടുക്കാനുള്ള അഭിവൃദ്ധിയും നല്ല മനസ്സും നൽകണേ അല്ലാഹ്. അർഹമുർറാഹിമീനായ റബ്ബേ, ഞങ്ങൾ ആരെയും നീ ചതിയിൽപ്പെടുത്തല്ല റഹ്മാനേ. ജീവിതത്തിന് വേണ്ടി അധ്വാനിച്ചതൊക്കെ മറ്റാരെങ്കിലും അടിച്ചു മാറ്റി പോകുന്ന വഞ്ചനയിൽ ഞങ്ങളെ കുടുക്കിക്കളയല്ല അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന നന്മയുടെ ബർക്കത്തുകൊണ്ട്, സ്വതക്കയുടെ ബർക്കത്തുകൊണ്ട് എല്ലാ ആപത്ത്, മുസീബത്ത്, ചതികളിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ ആമീൻ. റബ്ബേ, ഈ പ്രസ്ഥാനത്തെ സഹായിക്കുന്നവർ, ഞങ്ങളെ സ്ഥാപനങ്ങളെ, സംരംഭങ്ങളെയൊക്കെ സഹായിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനേ. മുതഅല്ലിമീങ്ങളെ ബർക്കത്ത് കൊണ്ട് അവരെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. കുട്ടികളെ ഓരോ ദിവസവും ശ്രദ്ധിക്കാനും അവരെവിടെ പോകുന്നു എന്നറിയാനുമൊന്നും പ്രവാസികളായ പലർക്കും അവസരമുണ്ടാകാറില്ല. അവർ ചെയ്യുന്ന ദീനീ പ്രവർത്തനത്തിന്റെ ബർക്കത്ത് കൊണ്ട്
അവരെ മക്കൾക്ക് നീ കാവലാകണേ റഹ്മാനെ. വല്ലാത്ത കാലുഷ്യം നിറഞ്ഞ കാലമാണ്, ഞങ്ങളെ മക്കളെ നീ വഴിതെറ്റിക്കല്ല അല്ലാഹ്. അവസാനം ചോരയും നീരും വറ്റി നാട്ടിലെത്തുമ്പോ സ്നേഹമില്ലാത്ത തിരിഞ്ഞു നോക്കാത്ത മക്കളാക്കല്ല റഹ്മാനെ. ഞങ്ങൾക്ക് തുണയാകുന്ന മക്കളാക്കണേ അല്ലാഹ്. പരലോകത്ത് സ്വർഗത്തിലേക്ക് കൈപിടിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയ പലരും ഞങ്ങളോടൊപ്പമുണ്ട്, ഞങ്ങളെ കുടുംബങ്ങളിലുണ്ട്. ഹൈറായ ഇണകളെ തരണേ റഹ്മാനെ. അപ്പേ പലവിധത്തിലുള്ള കേസിലകപ്പെട്ടവരുണ്ട്, നീ സലാമത്ത് നൽകണേ അല്ലാഹ്, രക്ഷപ്പെടുത്തണേ അല്ലാഹ്. വിദേശത്തോ സ്വദേശത്തോ ജയിലിലകപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അപ്പേ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട്. ഒരുപാട് തവണ നീ അവസരം തരണേ റഹ്മാനെ. നീ അവസരം തരണേ റഹ്മാനെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും നേരിട്ട് ചെന്ന് സ്വലാത്തും സലാമും ചെല്ലാൻ നീ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അവിടുത്തെ സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും അവിടുത്തെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ്. അവസാനം ഈമാൻ സലാമത്തായി നല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണേ അല്ലാഹ്. മഹ്ശറിൽ തണലേകണേ അല്ലാഹ്. ഹബീബിന്റെ ശഫാഅത്തും വിരുന്നും നൽകണേ റഹ്മാനെ. അവിടുത്തെ ജിവാറിലായി ജന്നാത്തുൻ നഈമിൽ കുടുംബസമേതം പ്രസ്ഥാന ബന്ധുക്കളോടൊപ്പം നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി തരണേ റഹ്മാനെ. അപ്പേ ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ ഞങ്ങളുടെ സംഘടനയുടെ ഒക്കെ കടങ്ങളെ നീ വീട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങളൊക്കെ പലരും പലവിധത്തിലുള്ള കടമുള്ളവരുണ്ട്, കുടുംബത്തിന് വേണ്ടി കടം വാങ്ങിയവരുണ്ട്, നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. വീട് ജപ്തിയായ സഹോദരൻ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, നീ വഴി കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. നീ സലാമത്തിലാക്കണേ അല്ലാഹ്. സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد